സനാതന ധർമ്മവും ശ്രീകൃഷ്ണനും ഇതാണ് പ്രഭാഷണത്തിന് നിശ്ചയിക്കപ്പെട്ട വിഷയം. സനാതനധർമ്മം എന്ന വാക്ക് ദീർഘകാലമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ചും ഇന്നത്തെ വർത്തമാനകാല പരിതസ്ഥിതിയിൽ നവമാധ്യമങ്ങളിലും അല്ലാതെയുമൊക്കെ കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. എല്ലാവർക്കും സനാതനധർമ്മം എന്ന വാക്കിനെ സംബന്ധിച്ച് അറിവുണ്ട്, അവനവൻ്റേതായ അഭിപ്രായവുമുണ്ട്. സനാതനധർമ്മം എന്തിനു നിലനിൽക്കണം എന്നതിനെക്കുറിച്ച് ഭാരതത്തിൽ ജീവിച്ചിരുന്ന സമാജം മഹർഷി പദവി നൽകിയ അരവിന്ദ ഘോഷ് എന്ന മഹർഷി അരവിന്ദൻ പടിഞ്ഞാറിൻ്റെ ചാരത്തിൽ നിന്ന് ഭാരതത്തിൻ്റെ പുനർജനനം എന്ന വിഖ്യാതമായ തൻ്റെ അനുഭവ സാക്ഷ്യമുള്ള ഗ്രന്ഥത്തിൽ മനോഹരമായി അദ്ദേഹം സനാതനധർമ്മം എന്ത് എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അരവിന്ദ മഹർഷി പറയുകയാണ്, ഇന്ത്യ മഹത്തരമാണ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം സനാതനധർമ്മം മഹത്തരമാണ് എന്നാണ്. ആ ധർമ്മത്തിന് വേണ്ടിയിട്ടാണ്, ആ ധർമ്മം മൂലമാണ് ഇന്ത്യ നിലനിൽക്കുന്നത്. ആ സനാതനധർമ്മമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ദേശീയത എന്ന് പറയുന്നത്. ആ സനാതനധർമ്മം കൊണ്ടാണ് ഇന്ത്യ ജനിച്ചത്, അതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. സനാതനധർമ്മം അപജയപ്പെട്ടാൽ, ഇല്ലാതായാൽ, ക്ഷയിച്ചാൽ ഈ രാജ്യവും ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യവും നശിക്കും. കാരണം സനാതനധർമ്മമാണ് ഇന്ത്യയുടെ ദേശീയത എന്ന് പറയുന്നത്. മഹർഷി അരവിന്ദൻ്റെ വാക്കാണ്. സർവം വാസുദേവമയം എന്ന് തപം ചെയ്ത ആ മഹർഷീശ്വരൻ തൻ്റെ തപസ്സിൽ നിന്ന് ലഭ്യമായ ആ അനുഭൂതിയിൽ പറഞ്ഞ ഭാരതത്തിൻ്റെ ആത്മാവിനെ കുറിച്ച് പറഞ്ഞത് ഈ ഇന്ത്യയുടെ അഥവാ ഭാരതത്തിൻ്റെ ആത്മാവാണ്, ചൈതന്യമാണ്, സ്വരൂപമാണ് സനാതനധർമ്മം. ആ ധർമ്മത്തിന് നാശം സംഭവിച്ചാൽ തീർച്ചയായും ഇന്ത്യ, ഭാരതം അകാല ചരമമടയും. ആ ചരമമടയാതിരിക്കണമെങ്കിൽ സനാതനധർമ്മത്തെ നിലനിർത്തുക തന്നെ വേണം. അതാണ് ഈ ഭാരതത്തിൻ്റെ ദേശീയത എന്നുള്ളത്. ഇവിടെ നമുക്ക് യാതൊരു സംശയവും ഇല്ലാത്ത തരത്തിൽ സനാതനധർമ്മം എന്താണ് എന്ന് സുവ്യക്തമാണ്. ഈ ധർമ്മത്തെ നിലനിർത്തിയാൽ ഭാരതം നിലനിൽക്കും. ഈ ധർമ്മത്തെ ഉന്മൂലനം ചെയ്താൽ ഭാരതം നശിക്കും. ഭാരതത്തിൻ്റെ ആത്മാവായ ഈ സനാതന ധർമ്മത്തെയാണ് നമ്മുടെ നാട്ടിലെ ഭരണാധികാരികളെല്ലാം അശ്ലീലമെന്നും മഹാമാരി എന്നും ഏറ്റവും വലിയ രോഗമാണെന്നും ഇത് നശിക്കേണ്ടതാണ് എന്നുമൊക്കെ പറയുന്നത്. എന്തായിരിക്കും അവരുടെ മാനസിക വ്യാപാരമെന്ന് ചിന്തിക്കാൻ വലിയ ചർച്ചയുടെയോ വലിയ ചിന്തയുടെയോ ഒന്നും ആവശ്യമില്ല. ഭാരതം നശിക്കണം, ഭാരതത്തെ നശിച്ചു കാണണം, ഇതാഗ്രഹമുള്ള സർവരുടെയും മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ഈ ഭാരതത്തെ ഭാരതം നേരിടുന്ന ഏറ്റവും വലിയ മഹാവിപത്താണ് സനാതനധർമ്മം എന്നുള്ളത്. ഈ ഒരു വാക്ക് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ആചാര്യന്മാരെല്ലാം പറയുന്നൊരു ഉപദേശമുണ്ട്. ആ ഉപദേശം ഇതാണ്: ആരാണോ ഈ ധർമ്മത്തെ സംരക്ഷിക്കേണ്ടത് അവർ സംരക്ഷിച്ചില്ലെങ്കിൽ നശിപ്പിക്കേണ്ടവർ അതിനെ നശിപ്പിക്കും. അതെന്നും നിലനിൽക്കും എന്ന് വിചാരിച്ച് ആ ധർമ്മത്തെ, മൂല്യങ്ങളെ, ആ ജീവിതത്തെ ആരാണോ കണ്ണിലെ കൃഷ്ണമണി പോലെ ശ്രദ്ധിച്ച് കൊണ്ടു നടക്കുന്നത്, എന്നാൽ ആ ധർമ്മം നിലനിൽക്കും. നമ്മൾ ജീവിച്ചിരിക്കുന്ന വർത്തമാനകാലത്തിൽ ആ ധർമ്മം ക്ഷയം സംഭവിച്ച് അത് അകാല ചരമമടയാതിരിക്കണമെങ്കിൽ ഞാനും നിങ്ങളും നമ്മളും അടങ്ങുന്ന സമൂഹത്തിൻ്റെ ഉള്ളിൽ, മനസ്സിൽ
ഹൃദയത്തിൽ, പ്രവർത്തികളിൽ, കർമ്മത്തിൽ, ജീവിതത്തിൽ, സർവമേഖലയിലും ഈ സനാതനധർമ്മം നിലനിൽക്കണം, ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഒരു ചോദ്യം, ഭാരതത്തിൻ്റെ ആത്മാവാണ് സനാതനധർമ്മം, എന്താണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ ഈ വാക്കിൽ നിന്ന് പഠിക്കേണ്ടത്? ആ വാക്കിൻ്റെ അർത്ഥത്തെ നമ്മുടെ ആചാര്യന്മാർ നമുക്ക് 2-3 നിൽപ്പുതറകളിൽ നിന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തത്വങ്ങളിലൂടെ, ഉപദേശങ്ങളിലൂടെ 3 തലത്തിൽ നിന്നുകൊണ്ട് സനാതനധർമ്മത്തെ പ്രായോഗിക ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ പറ്റുന്ന തരത്തിൽ അവർ നമ്മുടെ മുന്നിൽ ഉപദേശിച്ചിട്ടുണ്ട്. ആ ഉപദേശങ്ങൾ 3 സനാതനധർമ്മം എന്ന വാക്കിൽ സനാതനം നമുക്കൊക്കെ അറിയാം, നാശരഹിതം, ഒരിക്കലും നശിക്കാത്തത്. നശിക്കാത്ത ഭാവം എന്തിനുണ്ടോ അതിൻ്റെ പേര് സനാതനം. ധർമ്മം എന്താണ്? ധർമ്മം എന്നത് 3 നിൽപ്പുതറകളിൽ നിന്ന് മനഃപ്പാഠമാക്കേണ്ട, പഠിക്കേണ്ട സത്യം. ധർമ്മത്തിന് നമ്മുടെ ആചാര്യന്മാരെല്ലാം പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എങ്കിലും അതിലേറ്റവും സുന്ദരമായ വ്യാഖ്യാനം നൽകിയത് ആചാര്യ ശങ്കര ഭഗവത്പാദരാണ്. ഭഗവത്ഗീതയുടെ ഭാഷ്യം എഴുതുന്ന സമയത്ത് അതിൻ്റെ ഉപക്രമത്തിൽ, ആരംഭത്തിൽ ശ്രീശങ്കരൻ ധർമ്മ ശബ്ദത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്ന മനോഹരമായ ആ ശ്ലോകങ്ങളൊന്ന് പഠിക്കുക. ശങ്കരൻ പറഞ്ഞു, ധർമ്മം എന്നാൽ ജഗത സ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസഹ ഹേതുഹു യഹ സഹ ധർമ്മ. ചോദ്യം ഇതാണ്, എന്താണ് ധർമ്മം? ശങ്കരൻ ഉത്തരം പറഞ്ഞു, ജഗത സ്ഥിതി കാരണം. ഈ ജഗത്ത് ഇങ്ങനെ നിലനിൽക്കാൻ കാരണമെന്തോ, ഈ ജഗത്തിനെ ഇങ്ങനെ നിലനിർത്തുന്നതിൻ്റെ കാരണമെന്തോ, ഏതൊന്നിൻ്റെ ശക്തി കൊണ്ടാണോ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും, ഏതൊരു ശക്തിയാണോ ഇവിടെ ഋതുക്കളെല്ലാം, വർഷവും ഹേമന്തവും ശിശിരവും ശരത്കാലവും തുടങ്ങി ഓരോ ഋതുക്കളും കാലാകാലങ്ങളിൽ സമയം തെറ്റിക്കാതെ നമുക്ക് തരുന്നത്, ആരാണോ ഇരുട്ടും പകലും നമുക്ക് തരുന്നത്, ആരാണോ ഈ സർവ ചരാചരങ്ങളെയും നിലനിർത്തുന്നത്, ആ ശക്തി വിശേഷണത്തിൻ്റെ പേരാണ് ധർമ്മം. ഒന്നാമത്തെ ചോദ്യം മറക്കരുത്, എന്താണ് ധർമ്മം? ജഗതസ്ഥിതി കാരണം. എന്തിനാണ് ധർമ്മം? ധർമ്മം എന്താണ് എന്ന് മനസ്സിലായാൽ സ്വാഭാവികമായും ചോദ്യമുണ്ട്, ഇതെന്തിനാണ്? ശ്രീശങ്കരൻ 2ാമത്തെയും 3ാമത്തെയും വരികളിലൂടെ പറഞ്ഞു, പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസഹ ഹേതുഹു. എന്തിനാണിത്? സർവപ്രാണികളുടെയും അഭ്യുദയത്തിനും നിശ്രേയസത്തിനും ധർമ്മം അനുഷ്ഠിക്കണം, ആചരിക്കണം. സർവപ്രാണികളും, പ്രാണി എന്ന് പറഞ്ഞാൽ പ്രാണൻ ആർക്കുണ്ടോ അത് പ്രാണി. നമ്മുടെ മനസ്സിലൊരു പ്രാണി സങ്കല്പമൊക്കെ ഉണ്ട്. ചെറിയ വെളിച്ചം കണ്ടാൽ പാറി വരുന്ന ചെറിയ ചെറിയ ജീവജാലങ്ങളെ നോക്കി നാം പറയും ഇതൊക്കെ പ്രാണികൾ എന്ന്. പ്രാണി എന്നാൽ പ്രാണനുള്ളവർ. നമ്മളെല്ലാവർക്കും പ്രാണനുണ്ട്, അതുകൊണ്ട് നമ്മളെല്ലാം പ്രാണി. സർവചരാചരങ്ങളെ നാം നോക്കുന്ന, വളർന്ന് വികസിക്കുന്ന സർവ്വതും പ്രാണി. ഈ ദൃശ്യപ്രപഞ്ചത്തിൽ കാണുന്ന സർവ്വത്തിലും ആത്മഭാവമുണ്ട് എന്നുള്ളത് കൊണ്ട് സർവ്വതും പ്രാണി. അതുകൊണ്ട് ശങ്കരൻ പറയാണ്, പ്രാണിനാം സാക്ഷാത്. ഈ പ്രാണികളുടെ ജീവിതത്തിൽ, സർവചരാചരങ്ങളുടെ ജീവിതത്തിലും അഭ്യുദയ നിശ്രേയസത്തിനു കാരണം ഈ ധർമ്മമാണ്. ധർമ്മം എന്ത്? ധർമ്മം എന്തിന്? അഭ്യുദയവും നിശ്രേയസവും ഭൗതികവും ആധ്യാത്മികവുമായ ഉയർച്ച എന്ന് മനസ്സിലാക്കണം. അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല വിഷയങ്ങളെക്കുറിച്ചും അറിയാം. സബ്ജക്റ്റ് നോളജ് ഉണ്ട് നമുക്ക്. സബ്ജക്റ്റ് നോളജ് എന്ന് പറയുന്നതാണ് അഭ്യുദയം എന്നുള്ളത്. നമ്മൾ വിദ്യാലയങ്ങളിൽ നിന്ന് പഠിച്ച നിരവധി തരത്തിലുള്ള ഇൻഫോർമേഷൻ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ ഈ സബ്ജക്റ്റ് മാത്രം മതിയോ? ഈ സബ്ജക്റ്റുകളെല്ലാം അറിയുന്ന ഞാൻ എന്ന് പറയുന്ന വ്യക്തി, ഒബ്ജക്റ്റിനെ കുറിച്ച് നമുക്കൊരു ധാരണ വേണ്ടേ? ഞാൻ ആരാണ്? ഈ ഞാൻ ആരാണ് എന്ന് അന്വേഷിക്കുന്നതാണ് ആധ്യാത്മികത. ഭൗതികത ഈ ദൃശ്യപ്രപഞ്ചത്തിലുള്ള സർവ്വസുഖങ്ങളും
സ്വർഗസമാനമായ ഉപഭോഗത്തിൻ്റെ സുഖതൃഷ്ണയുടെ ഭാവം ഭൗതികമാണ് എന്ന് ചിന്തിച്ചാൽ ആധ്യാത്മികത ഒബ്ജക്റ്റീവാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിരവധി സബ്ജക്റ്റുകൾ അറിയാം, പക്ഷെ അവർക്ക് ഒബ്ജക്റ്റിനെ കുറിച്ച്, ഇതെല്ലാം പഠിക്കുന്ന അവനവനെക്കുറിച്ച് വല്ല ബോധ്യമുണ്ടോ? അതുകൊണ്ട് സബ്ജക്റ്റ് മാത്രമല്ല, ഒബ്ജക്റ്റാണ് അഭ്യുദയ നിശ്രേയസ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മുടെ നാട്ടിൽ ആധ്യാത്മികതയെന്നും ഭൗതികതയെന്നും, ഇതിനെയാണ് നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത പേരുകളിലൂടെ നമ്മുടെ ആചാര്യന്മാർ പഠിപ്പിക്കുന്നത്. പരാവിദ്യയെന്നും അപരാവിദ്യയെന്നും പഠിപ്പിക്കുന്നതും ഇതേ സമുത്കർഷ നിശ്രേയസം എന്ന് പറയുന്നത് തന്നെയാണ് അഭ്യുദയ നിശ്രേയസ്. ഈ അഭ്യുദയ നിശ്രേയസത്തിന് ഈ ധർമ്മം എന്തിന് നാം ജീവിതത്തിൽ കൊണ്ടു നടക്കണം? അഭ്യുദയ നിശ്രേയസ്സുകൾ ഈ ധർമ്മത്തിലൂടെയാണ്. ചതുർവിധ പുരുഷാർത്ഥങ്ങളിൽ അർത്ഥവും കാമവും അഭ്യുദയമാണ്. മോക്ഷം എന്ന് പറയുന്നത് നിശ്രേയസാണ്. അർത്ഥവും കാമവും അതേസമയം മോക്ഷമായ ഈ നിശ്രേയസ്സും എനിക്ക് വേണം. അത് വേണമെങ്കിൽ ഈ ധർമ്മം അനുഷ്ഠിക്കുക തന്നെ വേണം. ധർമ്മം എന്ത്? ധർമ്മം എന്തിന്? മൂന്നാമത്തെ ചോദ്യം, ധർമ്മം എങ്ങനെ? ഇതൊക്കെ ലഭ്യമാകണമെങ്കിൽ ഇതെങ്ങനെ ആചരിക്കണം? ശങ്കരൻ പറയുകയാണ്, ബ്രാഹ്മണാദ്യർ വർണ്ണിഭിഹി ആശ്രമിഭിശ്ച ശ്രേയോർത്ഥിഭിഹി അനുഷ്ഠീയമാനഃ. നിങ്ങൾക്ക് അനുഷ്ഠിക്കാം. എങ്ങനെ? ബ്രാഹ്മണാദ്യർ, ബ്രാഹ്മണൻ മുതലായ വർണ്ണിഭിഹി, വർണ്ണത്തിൽപ്പെട്ട്, ചാതുർവർണ്ണ്യത്തിൽ ഏതെങ്കിലും ഒരു വർണ്ണത്തിലൂടെ അല്ലെങ്കിൽ ചതുരാശ്രമത്തിലൂടെ, ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും വാനപ്രസ്ഥവും സന്യാസവും 4 ആശ്രമത്തിലൂടെ ആർക്കാണോ ശ്രേയസ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത്, ശ്രേയോർത്ഥിഭി അനുഷ്ഠീയമാനഃ, അങ്ങനെയുള്ളവർ അനുഷ്ഠിക്കൂ. ധർമ്മം എന്ത്? ധർമ്മം എന്തിന്? ധർമ്മം എങ്ങനെ എന്നതിന് ശ്രീശങ്കരൻ തന്ന സമ്പന്നമായ നിർവചനമാണ്. ധർമ്മം എന്ത് എന്ന് നാം പഠിക്കേണ്ടതും ശങ്കരനെ പിൻപറ്റിയാണ്. ഇതാണ് സനാതന ധർമ്മത്തെ സംബന്ധിച്ച ഒന്നാമത്തെ രേഖ. രണ്ടാമത്തെ സനാതന ധർമ്മം എന്നത്, ധർമ്മശബ്ദത്തെ മഹാഭാരത പ്രസിദ്ധമായ വാക്ക് സർവരെയും ഒരുമിപ്പിച്ച് ചേർക്കുന്നത് എന്തോ അത് ധർമ്മം. നമ്മളെയെല്ലാം വിഘടിച്ചു പോകാതെ നമ്മളെയെല്ലാം ഒന്നാക്കി നിലനിർത്തുന്നതാണ് ധർമ്മം. ധർമ്മോ ധാരയത്തെ പ്രജ, സർവ പ്രജകളെയും ധരിച്ചിരിക്കുന്നത് ധർമ്മം. ഏതുപോലെ നമ്മളെല്ലാം ഭിന്ന ഭിന്നങ്ങളായി വേർപെട്ടു പോകാതെ ഒന്നാക്കി നമ്മളെ നിലനിർത്തുന്ന സംയോജിത ഭാവം, ഇതിനെയാണ് ധർമ്മം എന്ന് വിളിക്കുന്നത്. നമ്മളൊരു വീട് ഉണ്ടാക്കുന്ന സമയത്ത് ഇഷ്ടികകൾ ഒന്നിനുമീതെ ഒന്നാക്കി വയ്ക്കും. പക്ഷേ ഇഷ്ടികകൾ ഒന്നായി മുകളിലേക്ക് വച്ചാൽ അതൊരു ഭിത്തിയായി മാറും, വലിയ ഒരു ഭിത്തിയാകും എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. ഒരു ഇഷ്ടികയെയും മറ്റൊരു ഇഷ്ടികയെയും സംയോജിപ്പിക്കുന്ന, ഒന്നാക്കുന്ന സിമൻറ്റ് കൂടി അവിടെ വേണം. ഈ സിമൻറ്റാണ് ധർമ്മം. എങ്ങനെയാണോ 2 ഇഷ്ടികകളെ ഒന്നാക്കി നിലനിർത്തി ഒന്നിനുമീതെ ഒന്നാക്കി ശക്തമായൊരു ഭിത്തിയാക്കി മാറ്റുന്നത്, ഇതാണ് ധർമ്മം എന്നുള്ളത്. സിമൻറ്റിൻ്റെ ധർമ്മമാണ്, സിമൻറ്റിൻ്റെ സങ്കല്പമാണ് ധർമ്മം. അതുകൊണ്ട് ധർമ്മം നമ്മൾ തമ്മിലുള്ള പാരസ്പരികതയെ, നമ്മൾ തമ്മിലുള്ള കൂട്ടായ്മയെ, നമ്മളെ ഒരുമിപ്പിച്ച് ചേർക്കുന്ന ആ സൂത്രത്തിൻ്റെ പേരാണ് ധർമ്മം. ഇതാണ് ധർമ്മത്തെ സംബന്ധിച്ച രണ്ടാമത്തെ വിശദീകരണം. മൂന്നാമത്തെ വിശദീകരണം നമുക്ക് കൂടുതൽ ആവശ്യമുള്ളതാണ്. അത് ധാർമ്മിക മൂല്യങ്ങൾ ജീവിതത്തിൽ പരിപാലിക്കുക എന്നതാണ്. ധാർമ്മിക മൂല്യങ്ങളെയാണ് ധർമ്മം എന്നുള്ളത് കൊണ്ട് പറയുന്നത്, വാല്യൂസ് എന്ന് നമ്മൾ പറയുന്നത്. ഈ മൂല്യങ്ങൾ നമ്മൾ സംരക്ഷിച്ചാൽ ധർമ്മം സംരക്ഷിക്കുന്നു. ഈ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നില്ലയോ, ധർമ്മം സംരക്ഷിക്കുന്നില്ല. അപ്പോൾ ജീവിത മൂല്യങ്ങളെ ജീവിതത്തിൽ കൊണ്ടു നടക്കണം, വാല്യൂസിനെ പറയുന്ന പേരാണ് ധർമ്മം എന്നുള്ളത്.
ധർമ്മത്തെ സംരക്ഷിക്കണമെന്ന് ഞാനും നിങ്ങളും നമ്മളുമൊക്കെ ആഗ്രഹിച്ചാൽ നമുക്ക് ചെയ്യാനുള്ളതൊറ്റ കാര്യമാണ് ജീവിതത്തിൽ നാം പരിപാലിക്കേണ്ട ജീവിത മൂല്യങ്ങളെ ശ്രദ്ധയോടെ പരിപാലിക്കുക. അതുവഴി ധർമ്മത്തെ സംരക്ഷിക്കുക. ശാശ്വതമായ ചില മൂല്യങ്ങളിലാണ് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ്, നമ്മുടെ നിലനിൽപ്പ്. നമ്മുടെ കുടുംബങ്ങൾ നിലനിൽക്കുന്നതും ഈ ശാശ്വത മൂല്യങ്ങളിലാണ്. ഈ മൂല്യം എന്ന് നഷ്ടപ്പെടുന്നുവോ അന്ന് നമ്മുടെ കുടുംബമില്ല. മാതൃദേവോ ഭവ. ആർക്കാണോ അമ്മ മാതൃദേവനായിട്ടുള്ളത് നീ അങ്ങനെ ഭവിക്കൂ കുഞ്ഞെ എന്ന് ആചാര്യൻ പറഞ്ഞ ഉപദേശമാണ്. ഇതൊരു ശാശ്വത മൂല്യമാണ്. ഒരാൾ പറഞ്ഞു എന്നിരിക്കട്ടെ, 2025 ജനുവരി 12 വരെ മാത്രമേ ആ മൂല്യമുള്ളൂ, നാളെ തൊട്ടതില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. മാതൃദേവോ ഭവ 2025 അല്ല, 3000 അല്ല, ലോകം നിലനിൽക്കുന്ന കാലത്തോളം നിലനിൽക്കേണ്ട ശാശ്വത മൂല്യമാണ്. അതുകൊണ്ട് ആ വാല്യൂസ്, മൂല്യത്തെ സംരക്ഷിച്ചാൽ ധർമ്മം സംരക്ഷിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ ധർമ്മം എന്നാൽ ശാശ്വത മൂല്യം. പിതൃദേവോ ഭവ 2025 വരെ മാത്രം മതിയോ? പോരാ, എല്ലാ കാലവും വേണം. സത്യം വദ ധർമ്മം ചര സ്വാധ്യായ ആത്മാ പ്രഭത 25 വരെ മാത്രം മതിയോ? പോരാ, എന്നും വേണം. സത്യവും കരുണയും ത്യാഗവും ബഹുമാനവും മിതവ്യയവും ഒക്കെ ശാശ്വത മൂല്യങ്ങളാണ്. എന്നും നിലനിൽക്കണ്ടേ? എന്നും നിലനിൽക്കണം. ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ ഈ മൂല്യങ്ങളെ സംരക്ഷിച്ചാൽ നമ്മൾ ധർമ്മത്തെ സംരക്ഷിച്ചു. സംരക്ഷിക്കുന്നില്ലെങ്കിലോ ഈ ധർമ്മം നമ്മുടെ കൺമുമ്പിൽ അകാല ചരമമടയും. അപ്പോൾ ധർമ്മത്തെ സംരക്ഷിക്കുക എന്നത് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും നമ്മളും അടങ്ങുന്ന ഓരോരുത്തരുടെയും കർമ്മത്തിലൂടെ നാം ചെയ്യേണ്ടത് തന്നെ. അപ്പോൾ 3 ഭാവങ്ങളാണ്, തലങ്ങളാണ് ധർമ്മശബ്ദത്തിന്. ഒന്ന് ശ്രീശങ്കരൻ ധർമ്മമെന്ത്, ധർമ്മമെന്തിന്, ധർമ്മമെങ്ങനെ. 2 ധർമ്മമാണ് സിമൻറ്റ് പോലെ നമ്മളെയൊക്കെ സംയോജിപ്പിക്കുന്നത്. ഈ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത്. ആ ധർമ്മം നമ്മളെയൊക്കെ ധരിച്ചിരിക്കുന്നു. 3ാമത്തെ അർത്ഥം ധർമ്മം എന്നാൽ ജീവിത മൂല്യമെന്നാണ്. ഈ മൂല്യങ്ങളെ സംരക്ഷിച്ചാൽ ധർമ്മത്തെ സംരക്ഷിച്ചു. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നില്ലെങ്കിലോ സ്വാഭാവികമായും ധർമ്മത്തിൻ്റെ അഭാവം കൊണ്ട് മറ്റൊന്ന് സംഭവിക്കും. വർത്തമാനകാല കേരളവും ഒരു പക്ഷേ ഭാരതത്തിൻ്റെ പലയിടങ്ങളിലും നമ്മൾ ധർമ്മവിരുദ്ധമായത് കാണുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ധർമ്മത്തെ സംരക്ഷിക്കുന്നവർ ഇല്ല എന്ന് തന്നെയാണ്. ഇവിടെയാണ് ധർമ്മം എന്ന് പറയുന്ന ഈ സിസ്റ്റത്തിന് എവിടെയെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ഇവിടെ വിഭൂതികളായ നിരവധി മഹത്തുക്കൾ അവതരിക്കും. അത് നമ്മളൊക്കെ ആരാധിക്കുന്ന ഈശ്വരഭാവമാകാം, ഏതെങ്കിലും ഒരു കാഷായ വസ്ത്രധാരിയാകാം, ഏതെങ്കിലും ഒരു വിജ്ഞാനി, ദാർശനികൻ, പണ്ഡിതൻ, തത്വജ്ഞാനി, അല്ലെങ്കിൽ സർവ്വസാധാരണക്കാരിൽപ്പെട്ട് ഒരു പദം മുന്നിൽ നടക്കുന്ന സർവ്വസാധാരണക്കാരൻ വരെയാകാം. അല്ല, നമ്മളിൽ ഓരോരുത്തരുമാകാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഭൂതിയായി ഇവിടെ ഈ ധർമ്മത്തെ സംരക്ഷിക്കുവാൻ അവതാര വരിഷ്ഠന്മാർ ഉണ്ടാകും. കാരണം ഈ ധർമ്മം ഉണ്ടെങ്കിലേ ലോകം നിലനിൽക്കൂ. ഈ നിലനിൽപ്പിനാണ് വിഭൂതികളുടെ ജനനം. ഈ സത്യമാണ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ 4-ാം അധ്യായത്തിലെ 7, 8, 2 ശ്ലോകങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ. ഈ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാൻ ഉള്ള ഒന്നിനെ ഇല്ലാതായി വരുന്ന സമയത്ത് അതിനെ വീണ്ടും ഉണ്ടാക്കുവാൻ. ഒരു തോട്ടക്കാരൻ എങ്ങനെയാണോ ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള മണ്ണും വെള്ളവും വളവും കൊടുത്ത് ആ തോട്ടത്തിലെ ചെടികൾക്ക് ജന്മസാഫല്യത്തിന് അന്തരീക്ഷമൊരുക്കുന്നത് പോരാ, ആ ചെടികൾ വളർന്നു വരുമ്പോൾ സാധുക്കളായ ഈ ചെടികൾക്ക് ജന്മസാഫല്യത്തിൻ്റെ ഇടയിൽ നിരവധി തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും.
ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവയുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന പുഴുക്കുത്തേറ്റ് ഈ പുഷ്പങ്ങൾ, ചെടികൾ എല്ലാം നശിച്ചു പോകാതിരിക്കാൻ അതിൻ്റെ ഇടയിൽ വരുന്ന കളകളെ വേരോടെ പിഴുതു കളയും. ഈ ചെടികളെ സംരക്ഷിക്കുന്നതാണ് സാധുജനരക്ഷ എന്നുള്ളത്. ഈ കളകളെ കണ്ടെത്തി വേരോടെ പിഴുതു കളയുന്നതാണ് ദുഷ്ടനിഗ്രഹം എന്നുള്ളത്. ധർമ്മം സ്ഥാപിക്കണമെങ്കിൽ സാധുജനങ്ങളെ സംരക്ഷിക്കുകയും ദുഷ്ടന്മാരെ, ആവശ്യമില്ലാത്തവരെ, അങ്ങനെയുള്ള കളകളെ വേരോടെ പിഴുതു കളയണം. ഇത് പറഞ്ഞത് ഭഗവാൻ കൃഷ്ണനാണ്. ശ്രീകൃഷ്ണൻ സനാതനധർമ്മത്തെ സംരക്ഷിക്കുവാൻ കണ്ടെത്തിയ വഴി 2 കാര്യങ്ങളാണ്: നിലനിർത്തേണ്ടതിനെ നിലനിർത്തുക, സംരക്ഷിക്കുക; ഇല്ലാതാക്കേണ്ടതിനെ ഇല്ലാതാക്കുക. ധർമ്മത്തെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതിനെ വളർത്തണം, ഏതിനെ ഇല്ലാതാക്കണം എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ ഓരോരുത്തരുടെയും വാസനയ്ക്കനുസരിച്ച് അതിൽ കുറച്ച് സമയം, കാലം, അതിൻ്റെ ഒരു ദൈർഘ്യം കൂടാം കുറയാം. പക്ഷെ കൃഷ്ണൻ മുന്നിൽ വച്ച ഈ സനാതനധർമ്മത്തിൻ്റെ സംരക്ഷണം, ഈ ശാശ്വത മൂല്യങ്ങളെ സംരക്ഷിക്കുവാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ജീവിതത്തിൽ ചെയ്ത ബഹുമുഖങ്ങളായ കർമ്മങ്ങൾ അതെന്തൊക്കെ? ആ കർമ്മങ്ങളെ വർത്തമാനകാലത്തിൽ നമുക്കെങ്ങനെ സംരക്ഷിക്കാം? നമ്മുടെ ജീവിതത്തിൽ ശ്രീകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച സനാതന ധർമ്മ മൂല്യങ്ങളെ നമുക്കെങ്ങനെ, നാം ജീവിക്കുന്ന നമ്മുടെ കുടുംബം, അത്തരത്തിലുള്ള സമാജം, അതടങ്ങുന്ന രാഷ്ട്രം, ഇവിടെ എങ്ങനെ നമുക്ക് പരിപാലിക്കാം? ലോകം പരിപാലിക്കുന്നുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം, നമുക്കെങ്ങനെ പരിപാലിക്കാൻ പറ്റും? അതിന് ശ്രീകൃഷ്ണൻ ഈ ധാർമ്മിക മൂല്യങ്ങളെ എങ്ങനെ സംരക്ഷിച്ചു? ഇതാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. ശ്രീകൃഷ്ണൻ ഒരു കാര്യത്തെ ചെയ്യുന്നു എങ്കിൽ നമ്മൾ ഓരോരുത്തരും ഒരു പ്രത്യേക പരിതസ്ഥിതിയിൽ ഒരു പ്രത്യേക വാക്ക് പറയുന്നുവെങ്കിൽ അത് ആ പരിതസ്ഥിതിയുടെ സൃഷ്ടിയാണ്. ഭാര്യ പറഞ്ഞു, എന്നാലും നിങ്ങൾ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ? അപ്പോൾ ഭർത്താവ് പറഞ്ഞു, അത് ആ സമയത്തല്ലേ, അതാ സമയത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് വെച്ച് നീ അങ്ങനെയാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. ആ സമയത്ത് അങ്ങനെ ചെയ്തപ്പോൾ ആ സമയത്ത് വന്നു ചേർന്ന വാക്കു മാത്രമാണ്. ഇത് സ്ഥിരമായൊരു അഭിപ്രായമല്ല. ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ചില സന്ദർഭങ്ങളുടെ സൃഷ്ടിയാണ്, സാഹചര്യങ്ങളുടെ സൃഷ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, പക്ഷെ ആ സമയത്ത് അത് പറയേണ്ടി വന്നു. ഓരോ കാലത്തിനനുസരിച്ച് ആ കാലത്തെ ശരിയാക്കുവാനുള്ള വിഭൂതികൾ ജനിക്കും. അത് ആ കാലത്തിനനുസരിച്ചുള്ള സൃഷ്ടിയാണ്. രാമൻ്റെ കാലത്ത് കൃഷ്ണൻ ജനിക്കില്ല. രാമൻ്റെ കാലത്ത് കൃഷ്ണൻ ജനിക്കുകയും കൃഷ്ണൻ്റെ കാലത്ത് രാമൻ ജനിക്കുകയും ചെയ്താൽ ഒരു കാര്യം ഉറപ്പാണ്, അർജുനനും രാമനും ഇരുന്ന് കരഞ്ഞൊട്ടി ഏതെങ്കിലും ഒരു വനത്തിൽ പോയി പർണശാലയും കെട്ടിയിരുന്നേനെ. ശ്രീരാമൻ ധർമ്മമൂർത്തിയായതുകൊണ്ട് അർജുനൻ്റെ വാക്കുകളൊക്കെ അതേപടി ഏറ്റെടുക്കും. അതിലൊരക്ഷരത്തിനോ ഒരു വാക്കിനോ മൂളലിനോ മാറ്റം വരില്ല. അതുകൊണ്ട് അന്നത്തെ കാലത്തിന് ആവശ്യമാരാണ്? സംഘർഷമുള്ള സമൂഹത്തിൽ ജീവിക്കാൻ സംഘർഷമുള്ള മനസ്സുള്ളവനെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് മഹാവിഷ്ണു എന്ന പ്രപഞ്ച പരിപാലകൻ്റെ ഏറ്റവും വലിയ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ മാനേജ്മെൻറ്റ് ആ ശ്രീകൃഷ്ണനെ നാം മനസ്സിലാക്കണമെങ്കിൽ ശ്രീകൃഷ്ണൻ ജനിച്ച കാലം മനസ്സിലാക്കണം. ആ കാലത്തിൽ കൃഷ്ണൻ ചെയ്ത പ്രവർത്തികൾ ആ കാലത്തിൻ്റെ ആവശ്യമായിരുന്നു. ആ കാലത്തിൻ്റെ നിൽപ്പുതറയിൽ നിന്ന കൃഷ്ണനെ മനസ്സിലാക്കാതെ ശീതീകരിച്ച മുറിയിലോ വർത്തമാനകാലത്തിൻ്റെ നിൽപ്പുതറയിലോ നിന്ന് ശ്രീകൃഷ്ണൻ ചെയ്ത ഏതെങ്കിലും ഒരു പ്രവൃത്തിയെ നമ്മൾ അടർത്തി മാറ്റി ചിന്തിക്കരുത്. ചിന്തിക്കുമ്പോൾ സമൂലമായി അതിനെപ്പറ്റി ചിന്തിക്കുക. ആ മണ്ണിൽ നിന്ന്, ദ്വാപരത്തിൽ നിന്ന് കലിയുഗത്തിൻ്റെ മണ്ണിലിരുന്ന് ചിന്തിച്ചോളൂ. പക്ഷേ ദ്വാപരത്തെ ക്ഷണിക്കണം ജീവിതത്തിൽ. എന്തായിരുന്നു ദ്വാപരയുഗം എന്നുള്ളത്? ദ്വാപരയുഗം നോക്കിക്കഴിഞ്ഞാൽ ത്രേതായുഗത്തിൻ്റെ ശേഷം വന്ന യുഗം. പക്ഷേ ത്രേതായുഗത്തിൻ്റെ ഒരു സ്വഭാവവുമില്ല. ത്രേതായുഗം സുഖമായിരുന്നു. ശ്രീരാമചന്ദ്രന് സുഖം, ഒരു ബുദ്ധിമുട്ടുമില്ല.
രാമൻ്റെ സുഖം നമ്മൾ മനസ്സിലാക്കുന്നത് 13 വയസ്സ് വരെ ശ്രീരാമചന്ദ്രന് സമ്പന്നമായ ബാല്യം. എന്തിൻ്റെ കുഴപ്പമായിരുന്നു? ജനിച്ചു വീണു, അച്ഛനും അമ്മയും കൂടി ഒരുമിച്ച് ഈ കുഞ്ഞിനെ പരിപാലിച്ചു. നോക്കുവാൻ നിരവധി തരത്തിലുള്ള അനുകൂല സാഹചര്യങ്ങൾ. പഠിക്കാനോ 3.5 വയസ്സിൽ നമ്മൾ നമ്മുടെ മക്കളെ വിദ്യാലയത്തിൽ ചേർക്കുന്നത് പോലെ കൊണ്ടുപോയി ചേർത്തു. അന്നത്തെ ക്ഷത്രിയൻ പഠിക്കേണ്ട സർവ്വവിദ്യകളും പഠിച്ചു. പ്രത്യേകിച്ചും ധനുർവേദത്തിൽ അഗ്രിമ സ്ഥാനത്ത്. വൈദിക പഠനം നിർബന്ധമായതുകൊണ്ട് അതും പഠിച്ചു. രാജ്യഭരണ കാര്യങ്ങൾ, അഡ്മിനിസ്ട്രേഷൻ അതും നല്ലപോലെ പഠിച്ചു. 13-ാം വയസ്സിൽ അച്ഛൻ മകൻ്റെ വിവാഹത്തെപ്പറ്റി ചിന്തിച്ചു. എത്ര സുഖം നോക്കൂ. ശ്രീരാമചന്ദ്രൻ എവിടെയാണ് ബുദ്ധിമുട്ടുണ്ടായത്? പക്ഷെ അതായിരുന്നില്ല ദ്വാപരം. ദ്വാപരത്തിൻ്റെ പിന്നിലുണ്ടായിരുന്ന, ദ്വാപരത്തിൻ്റെ കാലത്തിലുണ്ടായിരുന്ന ജനസമൂഹവും സമൂഹ മനസ്സും രാമായണ കാലത്തിൽ നിന്ന് വളരെ ഭിന്നമാണ്. അതുകൊണ്ട് ദ്വാപരം നല്ലപോലെ ചിന്തിക്കുന്നതിന് മുൻപ് വർത്തമാനകാല ഭാരതത്തെ കൂടി നമ്മളൊന്ന് ചിന്തിക്കണം. വർത്തമാനകാല ഭാരതത്തിൻ്റെ പരിതസ്ഥിതികൾ ചിന്തിക്കുക. അതേസമയം ദ്വാപരത്തെയും ചേർത്ത് വെച്ച് നമ്മളൊരു താരതമ്യം ചെയ്യണം. പ്രത്യേകിച്ചും 2004 മുതൽ 2014 വരെയുള്ള ഭാരതത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. അന്നത്തെ ഭാരതത്തിൻ്റെ അവസ്ഥ എന്തോ അത് തന്നെയായിരുന്നു ദ്വാപര യുഗത്തിലെ ഭാരതത്തിൻ്റെ അന്തരീക്ഷവും. ഈ അന്തരീക്ഷത്തിൽ നിന്നൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നു ദ്വാപരം? 10 വർഷത്തെ ഭാരതം, 2004 മുതൽ 2014 വരെയുള്ള ഭാരതം, അതായിരുന്നു ദ്വാപരം. വലിയ ആശയക്കുഴപ്പങ്ങളുടെയും തമ്മിൽ തല്ലിൻ്റെയും പിടിച്ചടക്കലിൻ്റെയും കാലമായിരുന്നു ദ്വാപര യുഗം. മഹാഭാരതം സാമാന്യം പരിചയപ്പെട്ട ഒരാൾക്ക് ഈ പറയുന്ന വാക്കുകളെ കൂട്ടത്തിൽ ചേർത്ത് വച്ച് മനസ്സിലാക്കാൻ പറ്റും. ദ്വാപരത്തിൻ്റെ രണ്ടാമത്തെ പ്രശ്നം തെറ്റായ ജീവിതാചരണങ്ങളുടെ കാലമായിരുന്നു ദ്വാപരം. മൂന്നാമത്തെ പ്രശ്നം ധർമ്മതത്വം കൺമറഞ്ഞുപോയ കാലമായിരുന്നു ദ്വാപരം എന്ന് പറയുന്നത്. നാലാമത്തെ ദ്വാപരത്തിൻ്റെ പ്രശ്നം ആചരണ വൈകൃതത്തിൻ്റെയും വൈചാരിക ഭ്രാന്തിൻ്റെയും കാലമായിരുന്നു ദ്വാപരം എന്ന് പറയുന്ന കാലം. അഞ്ചാമത്തെ പ്രശ്നം സമൂഹ ശരീരത്തെ മുഴുവൻ ബാധിച്ച മാറാ രോഗങ്ങളുള്ള കാലമായിരുന്നു ദ്വാപരം എന്ന് പറയുന്ന കാലം. ആറാമത്തെ പ്രശ്നം അധികാരത്തിൻ്റെ ബലം ഉപയോഗിച്ചുകൊണ്ട് അവിവേകവും അന്യായവും കാണിച്ചുകൊണ്ടിരുന്ന കാലമായിരുന്നു ദ്വാപരം എന്ന് പറയുന്ന കാലം. ഏഴാമത്തെ പ്രശ്നം സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ, അതിനെ നശിപ്പിക്കുന്ന തരത്തിൽ വൈയക്തികമായ അഹങ്കാരങ്ങൾക്ക്, സ്ഥാനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത കാലമായിരുന്നു ആ ദ്വാപരത്തിൻ്റെ കാലം. എട്ടാമത്തെ ദ്വാപരത്തിൻ്റെ പ്രശ്നം തപസ്സുകൊണ്ടും സ്വാധ്യായം കൊണ്ടും പലതരത്തിലുള്ള വരബലങ്ങളുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തെ ചേർത്ത് വെച്ച് മനസ്സിലാക്കുക. അന്ന് എന്തും സമ്പാദിക്കാനുള്ള മാർഗം തപസ്സാണ്. ഏത് ലക്ഷ്യം നേടാനുള്ള വഴി യാഗം, യജ്ഞം ഇതൊക്കെയാണ്. ഇന്നത്തെ കാലത്ത് വിവിധങ്ങളായ വഴികളുണ്ട്. അന്നത്തെ കാലത്ത് യാഗം, യജ്ഞം, തപസ്. ദശരഥന് മക്കളില്ല. എന്തു ചെയ്തു? ഒരു യാഗം ചെയ്തു. ഇന്ദ്രജിത്തിന് കൂടുതൽ ശക്തി വേണം. അതിന് ഇന്ദ്രജിത്ത് കൂടുതൽ ചെയ്ത പ്രവൃത്തി യാഗം, യജ്ഞം. നികുംഭിലയിൽ ശ്രീരാമലക്ഷ്മണന്മാരെ വധിക്കുവാൻ നടത്തിയ യാഗം നമുക്കറിയാം. രാവണനും സഹോദരന്മാർക്കും കൂടുതൽ ശക്തി വേണം. തപസ് മാത്രമായിരുന്നു അവർ അന്ന് കണ്ടെത്തിയ മാർഗം. അതായത് ആ കാലത്ത് എന്തും ലഭ്യമാകാനുള്ള വഴി തപസ്, സ്വാധ്യായം, യാഗം, യജ്ഞം മാത്രം. അതുകൊണ്ട് അന്നത്തെ കാലത്ത് ഈ തപസ്സുകൊണ്ടും യജ്ഞം കൊണ്ടും സ്വാധ്യായം കൊണ്ടുമൊക്കെ ലഭിച്ച വൈയക്തികമായ സർവഗുണങ്ങളും സമൂഹത്തിൻ്റെ ദ്രോഹത്തിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരുന്ന കാലം ഏതാണ്ട് ഈ കാലം തന്നെയായിരുന്നു. നമുക്ക് രാഷ്ട്രീയത്തിൻ്റെ ഒരു തിമിര രോഗമില്ലെങ്കിൽ 2004 മുതൽ 2014 വരെയുള്ള ഭാരതത്തിൻ്റെ സ്ഥിതി ഒന്ന് നോക്കണം. സർവ്വമേഖലയിലും ഈ ധർമ്മത്തിന് ഗ്ലാനി സംഭവിച്ച സമയമാണ്. സർവ്വമേഖലയിലും. നേരത്തെ ആദ്യത്തെ ഒരു സെഷനിൽ വിവേകാനന്ദ വാണികൾ കൊണ്ട്
ഭാരതം സ്വീകരിച്ച മനോഹരമായ വൃത്തി കൊണ്ട് ഒരു നരേന്ദ്രൻ്റെ വാണി മറ്റൊരു നരേന്ദ്രൻ ഏറ്റെടുത്ത് 10 വർഷം കൊണ്ട് ഭാരതം സമസ്ത മേഖലയിലും കാലെടുത്തു വയ്ക്കുന്നതിനെക്കുറിച്ച് നാം ആദ്യത്തെ സെഷനിൽ ശ്രീ സുരേഷ് ബാബു മാഷയുടെ വാക്കിൽ നിന്ന് കേട്ടതാ. എന്നാൽ അതിന് തൊട്ടു മുമ്പുള്ള 10 വർഷം ഭാരതത്തിൻ്റെ നെഞ്ചകം തകർക്കുന്ന പലതരത്തിലുള്ള വിസ്ഫോടനങ്ങളും പലതരത്തിലുള്ള കടന്നുകയറ്റങ്ങളും സർവ്വമേഖലയിലും ധർമ്മം അപ്രത്യക്ഷമായ ആ കാലത്താണ് ശ്രീകൃഷ്ണൻ്റെ ആ ദ്വാപര കാലം. ഈ കാലത്താണ് കൃഷ്ണൻ ജനിച്ചത്. ഈ കാലത്തൊരാൾ ജനിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ആ കാലത്തെ കൈകാര്യം ചെയ്യണമെങ്കിൽ ആ കാലത്തിനനുസരിച്ച കരുത്തും സംഘർഷവും നേരിടണം. ശ്രീരാമനെ പോലെ സുഖമായി ജീവിക്കാം എന്ന് കൃഷ്ണൻ കരുതരുത്. ശ്രീകൃഷ്ണൻ വലിയ സംഘർഷങ്ങളെ നേരിടണം. അതുകൊണ്ട് ഈ രാഷ്ട്ര ശരീരത്തെ ബാധിച്ച രോഗങ്ങൾ എന്തൊക്കെയാണോ ഓരോ രോഗങ്ങളെയും കണ്ടെത്തി ശ്രീകൃഷ്ണന് അതിനെ പൂർണ്ണമായും മാറ്റണം. ശ്രീരാമന് ചെറിയ ചെറിയ ന്യൂനതകളെ ഒന്ന് മാറ്റിയാൽ മതിയായിരുന്നു. കാരണം അന്ന് അധർമ്മം ചില ഇടങ്ങളിൽ മാത്രമുള്ളൂ. ലങ്കയിൽ രാവണൻ, കിഷ്കിന്ധയിൽ ബാലി കഴിഞ്ഞു. അവരെ പിൻപറ്റി എല്ലാവരും പോയിരുന്നില്ല. അവരെ പിൻപറ്റി വളരെ കുറച്ചുപേർ മാത്രം. അവർക്കിടയിൽ നിന്ന് നല്ല ആളുകളെ രാമൻ കണ്ടെത്തി. ലങ്കയിൽ നിന്ന് വിഭീഷണനെ കണ്ടെത്തി. കിഷ്കിന്ധ എന്ന് പറയുന്ന ആ രാജ്യത്ത് നിന്ന് ഹനുമാനെയും നീലനെയും താരനെയും സുഗ്രീവനെയും തുടങ്ങി നിരവധി കേമന്മാരെ കണ്ടെത്തി. അവരെ മുൻനിർത്തി രാമൻ ധർമ്മ സംസ്ഥാപനം ചെയ്തുവെങ്കിൽ ശ്രീകൃഷ്ണന് അതുമാത്രം പോരായിരുന്നു. ശ്രീകൃഷ്ണന് ഏതെങ്കിലും ചില ഭാഗങ്ങൾ ശരിയാക്കിയാൽ പോരാ, ന്യൂനത മാത്രം മാറ്റിയാൽ പോരാ, നവീനമായൊരു രാഷ്ട്രത്തെ സൃഷ്ടിക്കണമായിരുന്നു. 2014 ശേഷം എന്തെങ്കിലും ചില നവീനമായ കാര്യങ്ങൾ ചെയ്താൽ മാത്രം പോരാ, അട്ടിമുട്ടി മാറ്റം വരുത്തണം. ഒരു റീകൺസ്ട്രക്ഷൻ തന്നെ വേണം. അല്ല, ആ തകർന്ന് തരിപ്പണമാകാൻ പോയ ആ വീടിനെ മാറ്റി പുതിയൊരു വീടിനെ സൃഷ്ടിക്കേണ്ട സ്ഥിതി ഉണ്ടായിരുന്നു ദ്വാപരത്തിൽ. ശ്രീകൃഷ്ണൻ അത് മുഴുവൻ ഏറ്റെടുത്ത വ്യക്തിത്വമാണ്. മാത്രമല്ല, ഏതെങ്കിലുമൊക്കെ വിളക്കിച്ചേർത്താൽ മതിയായിരുന്നോ കൃഷ്ണന്? പോരാ, ഉടച്ചു വാർത്ത് പുതിയതുണ്ടാക്കണമായിരുന്നു ശ്രീകൃഷ്ണന്. നല്ലപോലെ മഹാഭാരതത്തിൻ്റെ ആ കാലം മനസ്സിലാക്കി തന്നെ കൃഷ്ണനെ മനസ്സിലാക്കണം. ശ്രീകൃഷ്ണൻ ഒരു മര്യാദാ പുരുഷോത്തമനെ മാത്രം അന്നത്തെ കാലത്ത് ആവശ്യമില്ല. അന്ന് ഒരു യുഗവിധാതാവിനെ നമുക്ക് ആവശ്യമുണ്ട്. ഒരു യുഗത്തെ സൃഷ്ടിക്കാൻ പറ്റിയ കരുത്തും തൻ്റെടവുമുള്ള ഒരാളെ ആവശ്യമുണ്ട്. കരയാത്തവനെയാണ് ആവശ്യമുള്ളത്. കരയുന്നവനെ ആ കാലത്ത് ആവശ്യമില്ല. കാരണം ആ കാലം കരഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത കാലമാണ്. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണൻ്റെ കർമ്മപരിപാടികളും അതിനനുസരിച്ച് 2 കർമ്മപരിപാടിയായിരുന്നു ശ്രീകൃഷ്ണൻ ചെയ്തത്. ശ്രീകൃഷ്ണൻ ചെയ്ത മൊത്തം കാര്യങ്ങളെ 2ആക്കി തിരിച്ചാൽ 2 കാര്യങ്ങൾ. 1, താറുമാറായ സാമൂഹ്യ ജീവിതത്തെ മൂല്യാധിഷ്ഠിതമാക്കുക. 2, അനിശ്ചിതത്വമൊക്കെ മാറ്റി യോഗ്യമായ ഒരു ജീവിത പരിതസ്ഥിതിയെ സൃഷ്ടിക്കുക. ഇത് 2ഉം സൃഷ്ടിക്കാൻ ശ്രീകൃഷ്ണൻ അതിനനുസരിച്ച് തൻ്റെ മേഖലകൾ, ജീവിതത്തെ അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തി. ഓരോ മേഖലയും ശ്രീകൃഷ്ണൻ കണ്ടെത്തി. അന്നത്തെ കാലത്തെ മൂല്യച്യുതി വന്ന ഓരോ മേഖലകൾ. അതിലൊന്നാമത്തെ മേഖല ശ്രദ്ധിച്ചു പഠിക്കണം. അത് ത്രേതായുഗം തൊട്ട് ഇങ്ങോട്ടുള്ള കാലം നോക്കുക. ഞാൻ ഈ ത്രേതായുഗം എന്നൊക്കെ പറയുമ്പോൾ പുരാണ പ്രസിദ്ധമായ ലക്ഷങ്ങളുടെ കണക്കെടുക്കരുത്. ഇന്നത്തെ വർത്തമാനകാലത്തിലെ ചരിത്രപരമായിട്ടുള്ള വർഷങ്ങൾ എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു 7000 വർഷം മുൻപ് നടന്ന ത്രേതായുഗം. ത്രേത എന്ന വാക്കിന് യാഗം, യജ്ഞം എന്നൊക്കെ അർത്ഥം. യാഗയജ്ഞങ്ങളിൽ കൊടുത്തുന്ന അഗ്നി ത്രേതാഗ്നിയാണ്. ഈ അർത്ഥത്തിലാണ് യാഗയജ്ഞങ്ങൾ അധികം നടന്ന കാലം. ആ കാലത്തെയാണ് ത്രേത എന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ പുരാണത്തിലെ ആ വലിയ ലക്ഷങ്ങളുടെ കണക്കുമായിട്ട് ദയവ് ചെയ്ത് ഇവിടെ ഇരിക്കരുത്. മറിച്ച് 7000 വർഷം മുൻപ് തൊട്ടിങ്ങോട്ട് ഉള്ള കാലം നാം മനസ്സിലാക്കുക. ആ കാലത്ത് മൂല്യച്യുതി സംഭവിച്ച ഒന്നാമത്തെ വിഭാഗം. ശ്രീരാമൻ്റെ കാലത്ത് അതിന് മൂല്യച്യുതി ഇല്ലായിരുന്നു. ഉപനിഷത്ത് കാലം തൊട്ട് ഇങ്ങോട്ട് രാജ്യഭരണത്തിൽ
അദൃശ്യമായി അതിനെ മുഴുവൻ നിയന്ത്രിച്ചിരുന്നത് രാജഗുരുക്കന്മാരായിരുന്നു, തപസ്വിമാരായിരുന്നു, കാഷായ വസ്ത്രധാരികളായിരുന്നു. ഈ കാഷായ വസ്ത്രധാരികളാണ് രാജാവിനെ പിന്നിൽ നിന്ന് വേണ്ട ഉപദേശം കൊടുത്ത് പാലിച്ചു കൊണ്ടുവന്നത്. ഭാരതത്തിലെ ഭരണാധികാരികൾക്ക് യാതൊരു സംശയവുമില്ലാതെ ഭരണനിർവഹണം നടത്തുവാൻ വേണ്ടി ഭരണകാര്യങ്ങളിൽ നേരിട്ട് പങ്കാളിത്തത്തിൽ പെടാതെ മാറി നിന്ന് രാജാവിന് വേണ്ട ധാർമ്മികമായ ഉപദേശങ്ങൾ കൊടുത്ത ഒരു ധാർമ്മിക നേതൃത്വമാണ് ഈ ഭാരത രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. അവർ രാജകൊട്ടാരത്തിൻ്റെ വേതനം, ശമ്പളം അത് പങ്കുപറ്റുന്നവരല്ല. അവർ രാജകൊട്ടാരത്തിൻ്റെ സുഖശീതളിമയിൽ കണ്ണഞ്ചി, ആ കണ്ണ് വല്ലാതെ മഞ്ഞളിച്ച് ആ സുഖം അതിൽ വീണ് കിടന്ന് ജീവിച്ചവരല്ല. രാജകൊട്ടാരത്തിൽ നിന്ന് ഒരു കൈപ്പാങ്ങകലെ ഒരു പർണകുടീരത്തിൽ ചാണകം മെഴുകിയ കോലായിൽ സർവ്വസുഖങ്ങളും ത്യജിച്ചവരായിരുന്നു. അവരായിരുന്നു രാജ്യഭരണം നടത്തിയിരുന്നത്. രാജാവിന് വേണ്ട സർവ്വ ഉപദേശങ്ങളും അവർ നൽകും. ഇവരെയാണ് നമ്മൾ രാജഗുരുക്കന്മാർ എന്ന് പറഞ്ഞിരുന്നത്. ഇവരായിരുന്നു രാജസുഖങ്ങൾ ആസ്വദിക്കാതെ ജീവിതത്തെ ത്യാഗത്തോടെ കൊണ്ടു നടന്നത്. ഈ സമൂഹം മൊത്തത്തിൽ നശിച്ചുപോയ കാലമാണ് ദ്വാപരം. അന്ന് ഉണ്ടായിരുന്ന ആചാര്യന്മാരെ മുഴുവൻ കളിയാക്കുന്ന തരത്തിലുള്ള ആചാര്യന്മാരായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. ധർമ്മമൂർത്തികളുടെ സ്ഥാനത്ത് വേതനം പറ്റുന്നവർ കടന്നുകൂടി. മാസശമ്പളം എത്ര ഉപദേശകന്മാരുണ്ടോ അത്രയും ശമ്പളം, കണ്ണഞ്ചിപ്പിക്കുന്ന സുഖസൗകര്യങ്ങൾ, അവർക്ക് യാത്ര ചെയ്യാൻ വേഗത്തിലോടുന്ന വാഹനങ്ങൾ, ഇതെല്ലാം കിട്ടിയപ്പോൾ ഈ ധർമ്മശീലന്മാരുടെ സ്ഥാനത്ത് വേതനം പറ്റുന്ന, സർക്കാർ വേതനം പറ്റുന്ന ഭോഗതൽപരർ കടന്നുകൂടിയതോടുകൂടി ഈ രാജഗുരു രാഷ്ട്രത്തെ ശരിയായി മുന്നോട്ട് നയിച്ച ആ വിഭാഗം ഇല്ലാതായി. അങ്ങനെ വന്ന രണ്ടുപേരെ മഹാഭാരതത്തിൽ നമുക്ക് കാണാം, കൃപാചാര്യരും ദ്രോണാചാര്യരും. രണ്ടുപേരും ജന്മം കൊണ്ട് ബ്രഹ്മോപാസകരാണ്, വേദം പഠിച്ചവരാണ്. പക്ഷേ കർമ്മം കൊണ്ട് തമ്പുരാൻ്റെ കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങളിൽ സുഖിച്ച് തമ്പുരാൻ്റെ മക്കളെ പയറ്റു പഠിപ്പിച്ച് വേതനവും പറ്റി കൊട്ടാരത്തിൻ്റെ മുഴുവൻ സുഖവും സുഖിച്ച് അവരങ്ങ് ജീവിച്ചതോടുകൂടി രാജഗുരു, കുലഗുരു, കാഷായ വസ്ത്രം കൊണ്ട് നടക്കേണ്ട ആ ബ്രഹ്മോപാസകന്മാർ, വൈദിക സമ്പത്തിനെ സംരക്ഷിക്കേണ്ടവർ ഭോഗതൽപരരായതോടുകൂടി ഭരണ നേതൃത്വം നശിച്ച് നാമാവശേഷമായി. രാജഗുരു നശിച്ചാൽ സ്വാഭാവികമായി നശിക്കുന്നത് ആരായിരിക്കും? രാജാക്കന്മാരാണ്. അന്നത്തെ രാജാക്കന്മാരെ ഓരോരുത്തരെ എടുത്ത് നാം പരിശോധിക്കണം. ശ്രീകൃഷ്ണന് ചെയ്യാനുള്ള പ്രവൃത്തി അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. അന്നത്തെ കാലത്ത് നശിച്ച രാജാക്കന്മാർ മുഴുവൻ, ഒന്ന് ഹസ്തിനപുരയിലെ രാജാവായിരുന്ന ദുഷ്യന്തൻ. ദുഷ്യന്തനെ നമുക്കറിയാം, ശകുന്തളയെയും നമുക്കറിയാം. ഏത് ശകുന്തളയെ അറിയും? കാളിദാസൻ്റെ ശകുന്തളയല്ല, വ്യാസഭഗവാൻ മഹാഭാരതത്തിലൂടെ നമ്മെ പരിചയപ്പെടുത്തിയ ശകുന്തളയെ അറിയണം, പഠിക്കണം. കാളിദാസൻ്റെ ശകുന്തള എട്ടും പൊട്ടും തിരിയാത്ത പാവം കണ്വാശ്രമത്തിലെ ആ മുനികുമാരിയാണ്. എന്നാൽ വ്യാസൻ്റെ ശകുന്തള ഒരു സിംഹിണിയാണ്, അറിവുള്ളവളാണ്, കരുത്തുള്ളവളാണ്, ജീവിത മൂല്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതറിയുന്നവളാണ്, രാജകൊട്ടാരത്തിൽ ചെന്ന് രാജാവിനെ മര്യാദ പഠിപ്പിക്കാൻ കഴിയുന്നവളാണ്. എന്നാൽ കാളിദാസൻ്റെ ശകുന്തള പാവം പിടിച്ച പെണ്ണ്, ഒരു വഴിയും അറിയാത്തവൾ, അവളെ കുറേ പേര് വേണം കൊണ്ടുപോകാൻ, വഴിതെറ്റിപ്പോയാലോ എന്ന് വിചാരിക്കുന്ന ആ ശകുന്തളയല്ല വ്യാസഭഗവാൻ നമ്മുടെ മുന്നിൽ പഠിപ്പിച്ച ശകുന്തള. ഒന്നാമത് വഴിതെറ്റിയത് ഈ ദുഷ്യന്തൻ, ഹസ്തിനപുരത്തിൻ്റെ രാജാവ്. ദുഷ്യന്തൻ ഗന്ധർവ വിധി പ്രകാരം ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു, അവൾക്കൊരു പുത്രനെ സമ്മാനിക്കുന്നു. കാലങ്ങൾക്ക് ശേഷം ആ കുഞ്ഞുമായി ഈ പെൺകുട്ടി രാജകൊട്ടാരത്തിൻ്റെ ആ അകത്തളത്തിൽ വന്ന് ഇത് അങ്ങയുടെ പുത്രനാണെന്ന് പറയുന്ന സമയത്ത് ഓർമ്മയുണ്ടായിട്ടും, ശ്രദ്ധിക്കണേ, ഓർമ്മയുണ്ടായിട്ടും
അപ്പം എന്തേ കാളിദാസൻ ഓർമ്മയില്ലാതെ എന്ന് പറഞ്ഞത്? കാളിദാസൻ്റെ കാലത്ത് രാജാവിനെ കുറ്റം പറയാൻ പാടില്ല. അതുകൊണ്ട് കാളിദാസന് അന്നത്തെ നിൽപ്പുതറയിൽ നിന്ന് എഴുതാനേ സാധ്യമാകൂ, അതേ എഴുതാൻ പറ്റൂ. അന്ന് നമ്മൾ ജീവിച്ചാലും അങ്ങനെ എഴുതൂ. പക്ഷേ വ്യാസൻ പറഞ്ഞ ആ മഹാഭാരതത്തിൽ ഓർമ്മയുണ്ടായിട്ടും എനിക്കിതുമായി യാതൊരു ബന്ധവുമില്ല എന്ന മനസാക്ഷിയെ വല്ലാതെ മരവിപ്പിക്കുന്ന തരത്തിൽ ഭരണാധികാരി കള്ളം പറഞ്ഞതോടുകൂടി രാജധർമ്മം ക്ഷയിച്ചു. രാജാവ് കള്ളം പറയരുത്. പച്ചയ്ക്ക് നുണ പറയുന്ന ഭരണാധികാരികളുടെ പൗരജനങ്ങളാണ് നമ്മൾ. രാജാവ് നുണ പറഞ്ഞാൽ ആ രാജ്യം നശിക്കും. പക്ഷേ മനസാക്ഷിയെ മരവിപ്പിച്ചുകൊണ്ട് അക്കാലത്തെ രാജാവ് നുണ പറഞ്ഞതോടുകൂടി, കള്ളം പറഞ്ഞതോടുകൂടി ആ രാജധർമ്മം നശിച്ചു. രാജധർമ്മത്തെ നശിപ്പിച്ച ഒന്നാമത്തെ രാജാവ് ദുഷ്യന്തനാണ്. രണ്ടാമത്തെ രാജാവ് കംസനാണ്. മധുരയിലെ ആ അധിപൻ യാദവന്മാരുടെ പരമ്പരാഗതമായ സമ്പ്രദായങ്ങളെ മുഴുവൻ കാറ്റിൽ പടർത്തി സ്വന്തം അച്ഛനെ പിടിച്ച് കാരാഗൃഹത്തിലടച്ച് രാജ്യഭരണം ചെയ്ത സ്വേച്ഛാധിപതിയാണ് കംസൻ. കംസനെ പിന്നീട് ഭാരതത്തിൽ ആരും അനുകരിച്ചിട്ടില്ല. പക്ഷെ കംസനെ അനുകരിച്ചത് മുഴുവൻ മുഗള വംശം മുഴുവൻ. നോക്കൂ, കംസൻ ചെയ്ത അതേ പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളത്. അച്ഛനെ മകൻ പിടിച്ച് കാരാഗൃഹത്തിൽ, ആ മകനെ മകൻ്റെ മകൻ പിടിച്ച് കാരാഗൃഹത്തിൽ വിഷം കൊടുത്ത് ചതിച്ചു കൊല്ലുന്ന പാരമ്പര്യം അത് മുഴുവൻ മുഗളന്മാരുടെ ഭരണം മുഴുവൻ. നോക്കൂ, സുഖിക്കുവാൻ വേണ്ടി ഏതറ്റം വരെയും ചെയ്തുകൊണ്ടിരുന്നവർ. ഒരു സുഖവും ഉണ്ടായില്ല. ഓരോരുത്തരുടെയും മരണം കാരാഗൃഹത്തിലായിരുന്നു. തീവ്രമായ പീഡകൾ ഏറ്റുകൊണ്ടായിരുന്നു അവരെല്ലാം മരണപ്പെട്ടത്. എന്നാൽ ഈ കംസനായിരുന്നു ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിലൂടെ ചവിട്ടി അധികാരത്തിൽ വന്ന് സ്വേച്ഛാധിപതിയായ രണ്ടാമത്തെ രാജാവ്. മധുരാധിപതിയായിട്ടുള്ള കംസനാണ്. മൂന്നാമത്തെ രാജാവ് ജരാസന്ധനാണ്. ഭാരതത്തിലെ രാജാക്കന്മാർ പൊതുവിൽ യുദ്ധം ചെയ്യുന്നവരാണ്. യുദ്ധം ചെയ്ത മറ്റ് രാജാക്കന്മാർ തോറ്റുകഴിഞ്ഞാൽ അവരെ അവരുടെ വഴിക്ക് വിടുകയേ പതിവുള്ളൂ. പക്ഷെ പതിവിന് വിപരീതമായി ഈ ഭാരതത്തിൽ ജരാസന്ധൻ അത്തരം രാജാക്കന്മാരെ കൂട്ടം കൂട്ടമായി പിടിച്ച് കാരാഗൃഹത്തിലടച്ച് നരബലി കൊടുക്കാൻ തീരുമാനിച്ച വ്യക്തിത്വമായിരുന്നു ജരാസന്ധൻ. മൂന്നാമത്തെ രാജാവും പതിച്ചുപോയവനായിരുന്നു. നാലാമത്തെ രാജാവ് നരകൻ എന്ന നരകാസുരനാണ്. പ്രാഗ്ജ്യോതിഷം എന്ന് പറയുന്ന രാജ്യത്തിലെ രാജാവാണ് നരകാസുരൻ. ആ നരകാസുരൻ കുലീനകളായ സ്ത്രീകളെ മുഴുവൻ പിടിച്ചുകൊണ്ടുവന്ന് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭോഗിച്ച ഭോഗതൽപരനായിട്ടുള്ള ഈ നരകാസുരൻ്റെ കാര്യത്തിലും ശ്രീകൃഷ്ണന് ചിലതൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഇങ്ങനെ നോക്കൂ, അന്നത്തെ രാജാക്കന്മാർ മുഴുവൻ വഴിതെറ്റിയ രാജ്യവും രാജാക്കന്മാരും രാജധർമ്മവും ഒരു ഭാഗത്ത്. രാജഗുരുക്കന്മാർ വഴിതെറ്റി, രാജാക്കന്മാർ വഴിതെറ്റി. പോരാ, ഒരിക്കലും ഭരിക്കുന്നവൻ ചൂത്, ആട്ടം, കൊട്ട്, പാട്ടം, ഇങ്ങനെ 14 കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ശ്രീരാമൻ ഭരതനോട് പറയുന്ന ഭരണോപദേശമുണ്ട്. ഒരു നല്ല ഭരണാധികാരി ശ്രദ്ധിച്ചില്ലെങ്കിൽ വീണുപോകുന്ന 14 ദോഷങ്ങളെക്കുറിച്ച് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണകുമാരനോട് പറയുന്നുണ്ട്. ആ 14 ദോഷങ്ങളുമുള്ള വ്യക്തിത്വങ്ങളെയും നമുക്കിന്ന് കാണാം. എന്നാൽ ഈ ദോഷങ്ങളെല്ലാം വന്നു ചേർന്ന ആ കാലമായിരുന്നു അന്നത്തെ ക്ഷത്രിയന്മാരുടെ ഇടയിൽ. ഒന്നാമത്തെ ദോഷം വേദം അരുത് എന്ന് പറഞ്ഞ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, അത് ചൂതുകളിയാണ്, ചൂതാട്ടം. വേദങ്ങൾ ഒരിക്കലും അരുത് എന്ന് പറഞ്ഞത് ചൂതാണ്. ഹസ്തിനപുരത്തിൻ്റെ സഭാമണ്ഡപത്തിൽ ചൂതുകളി ആരംഭിച്ചപ്പോൾ ക്ഷത്രിയന്മാർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒന്ന്. പിന്നീട് ശ്രീകൃഷ്ണൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ചൂതുകളിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തടയുമായിരുന്നു അത്. കാരണം ഒരിക്കലും ചെയ്യരുതാത്ത ചൂതുകളിയിൽ പെട്ട് വട്ടം കറങ്ങിയ ക്ഷത്രിയന്മാർ മാത്രമല്ല, വേദജ്ഞന്മാർ, വേദം പഠിച്ചവർ രാവിലെ തന്നെ കുളിച്ചു കുറിയും തൊട്ട് ആ ചൂതുകളിയുടെ മധ്യത്തിൽ വന്ന് കളി കാണാൻ വന്നിരുന്ന വേദജ്ഞന്മാർ. ഒന്നാമത്തെ ആൾ ഭീഷ്മർ. കാരണം ഒരു രാവിലെ തന്നെ കുളിച്ചു കുറിയും തൊട്ട് വെള്ളവസ്ത്രവും ധരിച്ച് ആദ്യത്തെ സീറ്റിൽ വന്നിരുന്നു കളി കാണാൻ. അരുതെന്ന് പറയേണ്ടവൻ അതിനെ അനുകൂലിച്ച് ജീവിച്ച ഭീഷ്മർ. അപ്പുറത്ത് വിതുരരുണ്ട്,
തൊട്ടപ്പുറത്ത് ദ്രോണരുണ്ട്, കൃപരുണ്ട്, സർവവിദ്വാൻമാരും ഇതിനെ പ്രോത്സാഹിപ്പിച്ച് ക്ഷാത്രവംശം അധപ്പതിച്ച കാലമായിരുന്നു. ഇതായിരുന്നു ശ്രീകൃഷ്ണൻ നേരിട്ട അടുത്ത സനാതനധർമ്മത്തിൻ്റെ പ്രശ്നം. അതിലും വലിയ പ്രശ്നം, ന്യായാന്യായങ്ങൾ നോക്കാതെ ആരാണോ തനിക്ക് കൂടുതൽ ജയ് വിളിക്കുന്നത്, തന്നെ സഹായിക്കുന്നത്, അവരുടെ കൂടെ ചേരും, ഉറ്റവരെയും ഉടയവരെയും മറന്ന്. അതിലൊന്നായിരുന്നു മാദ്രേയൻ എന്ന് പറയുന്ന രാജാവ്. മാദ്രേയൻ എന്ന രാജാവ് തൻ്റെ സഹോദരീ പുത്രന്മാരായിട്ടുള്ള നകുല സഹദേവന്മാരെ സഹായിക്കുവാൻ വേണ്ടി മാദ്രേയ ദേശത്ത് നിന്ന് യാത്രയാരംഭിച്ചു. പക്ഷെ വരുന്ന വഴി ദുര്യോധനൻ്റെ ബോധപൂർവമുള്ള ഒരു ഇടപെടൽ, അവർക്ക് താമസിക്കാനും കുടിക്കാനും കഴിക്കാനും സമൃദ്ധമായി സർവ്വസുഖങ്ങൾക്കും വേണ്ടി ആ വഴിയോരങ്ങളിൽ അതിനുവേണ്ട വിരിയൊക്കെ വെക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്ത് എല്ലാ മദ്യവും കഴിച്ച് മതോന്മത്തരായി തീർന്ന ആ രാജാവ് ഈ വിരുന്ന് തന്നവർ സംപ്രീതനായി നിങ്ങളുടെ കൂടെ ചേർന്നു കൊള്ളാം എന്ന് പറഞ്ഞ് പെങ്ങളുടെ മക്കളെ മറന്നുപോയ മാദ്രേയന്മാരുടെ കാലവും കൂടിയായിരുന്നു അന്ന്. പോരാ, ജ്ഞാനികളും പണ്ഡിതന്മാരും ബുദ്ധിജീവികളുടെയും കാര്യം പരമദയനീയമായിരുന്നു അക്കാലത്ത്. അത് തന്നെ ഇക്കാലത്തും. ബുദ്ധിജീവികൾ എന്ന് പറയുന്നവർ ഒരു പ്രത്യേക കണ്ണുമായി എവിടേക്കോ നോക്കി നിൽക്കുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അങ്ങനെയുള്ളവർ തന്നെയായിരുന്നു ആ കാലത്തെ ബുദ്ധിജീവികൾ, ജ്ഞാനികൾ, പണ്ഡിതന്മാർ, സർവരുടെയും സമൂഹത്തിൻ്റെ യോഗക്ഷേമങ്ങളിൽ ഒരു താല്പര്യവുമില്ലാത്തവർ. ഇങ്ങനെയുള്ള സമൂഹം ഒരു വശത്ത്. നോക്കൂ, ഈ ദോഷ സമൂഹത്തെയും ഈ ദോഷകരമായ പ്രവൃത്തിയെയും ഒക്കെ വിമുക്തമാക്കുക, എന്നിട്ട് ഈ സനാതനധർമ്മത്തെ പുനർജീവിപ്പിക്കുക, ഇതായിരുന്നു ശ്രീകൃഷ്ണന് ചെയ്യാനുള്ള പ്രവൃത്തി. ശ്രീകൃഷ്ണൻ ഏതൊക്കെ മേഖലയെ തൊടണം അതിനനുസരിച്ചായിരുന്നു കൃഷ്ണൻ്റെ ജീവിതം. തികച്ചും സംഘർഷം. സുഖമെന്ത് എന്നൊരിക്കലും അറിയാത്ത വ്യക്തിത്വമാണ് ശ്രീകൃഷ്ണൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കുറച്ച് സുഖമുണ്ടല്ലോ. ശ്രീകൃഷ്ണന് സുഖമെന്ത് എന്ന് പോലും അറിഞ്ഞില്ല. ആ ജീവിതം മൊത്തത്തിൽ സുരക്ഷിതമായിരുന്നില്ല. ആ ജീവിതം മൊത്തത്തിൽ അനിശ്ചിതത്വവും അരക്ഷിതാവസ്ഥയുമായിരുന്നു ശ്രീകൃഷ്ണൻ്റെ ആ ജീവിതകാലം മുഴുവൻ. ശൈശവം തൊട്ടിങ്ങോട്ട് ശ്രീകൃഷ്ണൻ്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അപകടം നിറഞ്ഞ വഴിത്താരകളായിരുന്നു കൃഷ്ണൻ്റെ ജീവിതം മുഴുവൻ. ആ കാലത്ത് അതിനെയെല്ലാം ചെറുത്ത് തോൽപ്പിച്ച് അതിൽ നിന്നെല്ലാം തൻ്റെ ജീവനെ രക്ഷിക്കുക എന്നതായിരുന്നു ശ്രീകൃഷ്ണൻ്റെ ധർമ്മം. അതായത് 13 വയസ്സ് വരെ ശ്രീകൃഷ്ണൻ ചെയ്തത് ധർമ്മ സംരക്ഷണമല്ല. ദയവ് ചെയ്ത് അങ്ങനെ വ്യാഖ്യാനിക്കരുത്, അങ്ങനെ മനസ്സിലാക്കലും അരുത്. 13 വയസ്സ് വരെ ശ്രീകൃഷ്ണൻ സ്വന്തം ജീവൻ രക്ഷിക്കാനുള്ള പോരാട്ടത്തിലായിരുന്നു. ആ 13 വയസ്സ് വരെയുള്ള ശ്രീകൃഷ്ണൻ സെൽഫ് ഡിഫൻസ് ആയിരുന്നു. ശ്രീകൃഷ്ണൻ്റെ 13 വയസ്സ് സ്വന്തം ജീവൻ രക്ഷിച്ച് നിലനിർത്തിയാലല്ലേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റൂ. അതുകൊണ്ട് 13 വയസ്സ് വരെ അപകടം നിറഞ്ഞ ജീവിതത്തിൻ്റെ വഴിത്താരകൾ മാത്രം ആയിരുന്നു ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നത്. 13 വയസ്സ് വരെ സെൽഫ് ഡിഫൻസ്. കൃഷ്ണൻ പൂതനയെ കൊന്നു. ഭക്തി കൊണ്ട് ഉന്മത്തരായി അന്ധത ബാധിച്ച നാവിൽ നിന്ന് പുറത്തു വരും പൂതനയ്ക്ക് ഭഗവാൻ മോക്ഷം കൊടുത്തു എന്ന്. മോക്ഷമാണോ? കയ്യിലിരിപ്പിനുള്ളത് കിട്ടിയതല്ലേ. ഇത് മോക്ഷമാണെന്ന് പറഞ്ഞാൽ പ്രശ്നം. നമുക്ക് എന്തും ചെയ്യാം, അവസാനം ഭഗവാന്റെ കയ്യിൽ നിന്ന് 2 കിട്ടിയ മോക്ഷം. എന്നാൽ പിന്നെ നല്ല വഴിത്താരകൾ നോക്കാൻ ആരാ ഉണ്ടാവുക? ശ്രീരാമചന്ദ്രൻ്റെ ബാണമേറ്റ് മാരീചന് മോക്ഷം. എന്ത് മോക്ഷം? കയ്യിലിരിപ്പിന് രാമൻ്റെ കൂരമ്പുകളേറ്റ് ശരീരം വെടിഞ്ഞു മരണപ്പെട്ടു വേദന സഹിച്ച് കയ്യിലിരിപ്പിന് കിട്ടിയതാണ്. അധർമ്മകാരിയെ ഉന്മൂലനം ചെയ്യുക എന്ന ക്ഷാത്രവീര്യം പ്രവർത്തിച്ചതാണ് അവിടെ. അതിനെ മോക്ഷമായി ഭക്തിയുടെ അന്ധത കൊണ്ട് നമ്മൾ ദയവ് ചെയ്ത് കുട്ടികളോട് പറയരുത്. ശകടാസുരനും ബകാസുരനും തൃണാവർത്തനും ശ്രീകൃഷ്ണൻ ഇങ്ങോട്ടെങ്ങനെയോ അങ്ങോട്ട് അട്ടിച്ചു കൊന്നതാ, മോക്ഷം കൊടുത്തതല്ല. നമ്മളിതിനെ മോക്ഷമാക്കിയാൽ
ഈ വഴികൾ നല്ലതാണെന്നൊരു തോന്നൽ കുട്ടികളുടെ മനസ്സിലുണ്ടാകും, അറിയാതെ നമ്മുടേതും. കാരണം വയസ്സാം കാലത്ത് അങ്ങോട്ട് പോണ സമയത്ത് നാരായണ ചൊല്ലിയാൽ മതി എന്നാണ് അജാമിള മോക്ഷത്തിലൂടെ നമ്മൾ പഠിച്ചു വെച്ചത്. എന്താണോ പഠിക്കേണ്ടത് അത് പഠിച്ചില്ല. മറിച്ചോ വയസ്സാം കാലത്ത് നാരായണ, അതുവരെയോ തോന്നിയതുപോലെ ജീവിക്കുക. ഈ സമൂഹത്തിനോട് യാതൊരു ബാധ്യതയുമില്ല. അല്ലലടിക്കുന്ന, കാരുണ്യം കൊടുക്കേണ്ട, സമൂഹത്തെ സഹായിക്കേണ്ടവർ സ്വന്തം ധനസമാഹരണത്തിൽ മാത്രം സ്വാർത്ഥത മുറ്റി ജീവിച്ച് വയസ്സാം കാലത്ത്, ആരോഗ്യമുള്ള കാലത്ത് സമൂഹത്തെ തിരിഞ്ഞു നോക്കില്ല. എന്നിട്ടോ സമാപന കാലത്ത് ഇനി ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടാകാം. ആർക്ക് വേണം ചോരയും നീരും വറ്റി സമൂഹത്തിനോട് യാതൊരു ബാധ്യതയുമില്ലാതെ ജീവിച്ച അത്തരക്കാരെ ഏത് സമയത്താണ് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടത്? യുവത്വം മുറ്റി നിൽക്കുമ്പോഴാണ്. യുവത്വം മുറ്റി നിൽക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കണം, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. സാധിച്ചാൽ ഒരു വർഷം മറ്റെല്ലാം മാറ്റിവെച്ച് ഈ സനാതന ധർമ്മത്തിന് എവിടെയെങ്കിലും അപജയമുണ്ടെങ്കിൽ അതിനെ സഹായിക്കുവാൻ നമ്മുടെ മക്കളെ നമ്മൾ പ്രാപ്തരാക്കണ്ടേ? ആൺ പെൺ വ്യത്യാസമില്ലാതെ, ലിംഗവ്യത്യാസമില്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ സമാജത്തിൻ്റെ പ്രവർത്തിക്ക് നമ്മൾ പഠിപ്പിക്കണ്ടേ? അതിനു പകരം വയസ്സാവട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ 10 മിനിറ്റ്. ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് കേൾക്കുമോ? ചെവിയാണെങ്കിൽ പതിയെ ഒന്നൊരു യാത്ര പോകണമെന്ന് വിചാരിച്ചാലോ അതിനും പറ്റില്ല. പിന്നെ ഇതെന്നാ ചെയ്യുക? അജാമിള മോക്ഷം തുടുത്ത യൗവനത്തിൽ സംഭവിച്ചു പോയ അപജയം മാത്രമാണ്. ദയവ് ചെയ്ത് ഭക്തിയുടെ അന്ധത ആ കാലത്ത് ആവശ്യമുണ്ടായിരുന്നു. ആ കാലം കഴിഞ്ഞു. ഇന്ന് നമുക്ക് യുക്തിപൂർവം കഥകളെ, ഓരോ കഥാഭാഗങ്ങളെയും പഠിച്ച് അതിനനുസരിച്ച് ജീവിതത്തെ നാം ചിട്ടപ്പെടുത്തണം. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ 13 വയസ്സ് സെൽഫ് ഡിഫെൻസാണ്. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആ പാവം നടത്തിയ ഐതിഹാസിക പോരാട്ടമാണ് ശ്രീകൃഷ്ണൻ്റെ 13 വയസ്സ്. അതിൽ ധർമ്മസംരക്ഷണമില്ല. ഇങ്ങോട്ട് വന്നവനോട് അതുപോലെ തന്നെ അങ്ങോട്ട് ശ്രീകൃഷ്ണൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഭഗവത്ഗീത ജനിക്കുന്നതിന് മുൻപേ ഭഗവത്ഗീതയുടെ വ്യാഖ്യാനം പുറത്തു വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഗ്രന്ഥം ജനിക്കുന്നതിന് മുൻപ് ആ ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനം വരുമോ? എന്നാൽ ഭഗവത്ഗീത ജനിക്കുന്നതിന് മുൻപ് വ്യാഖ്യാനമുണ്ട്. ആ വ്യാഖ്യാനമാണ് ശ്രീകൃഷ്ണൻ്റെ ജീവിതം. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ എന്തു പറഞ്ഞോ അത് മുഴുവൻ അതിനു മുൻപ് ജീവിച്ച് കാണിച്ചു കൊടുത്തു. ശ്രീകൃഷ്ണൻ സ്ഥിതപ്രജ്ഞനെക്കുറിച്ച് സാഖ്യത്തിൽ പറഞ്ഞു. അത് ശ്രീകൃഷ്ണൻ ജീവിച്ച് കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് ഭഗവത്ഗീതയിലെ സാഖ്യനെക്കുറിച്ച് പറഞ്ഞത്. ശ്രീകൃഷ്ണൻ കുശലതയോടുകൂടി കർമ്മമനുഷ്ഠിക്കാൻ കർമ്മയോഗത്തെക്കുറിച്ച് പറഞ്ഞു. ആ പറയുന്നതിന് മുൻപേ കൗശലത്തോടെ, കുശലതയോടെ, ഒരു ബന്ധവുമില്ലാതെ അനാസക്തനായി തൻ്റെ കർമ്മം ചെയ്ത ശ്രീകൃഷ്ണൻ തൻ്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുത്ത് ഭഗവത്ഗീതയിൽ കൗശലത്തോടെയുള്ള കർമ്മസിദ്ധാന്തം പറഞ്ഞു. ഭക്തനെക്കുറിച്ച്, ജ്ഞാനിയെക്കുറിച്ച്, സത്വഗുണത്തെ സംബന്ധിച്ച് ശ്രീകൃഷ്ണൻ പറഞ്ഞു. അത് അതിനു മുൻപേ ചെയ്ത് കാണിച്ചു. ശ്രീകൃഷ്ണൻ തിദിക്ഷയെക്കുറിച്ച് പറഞ്ഞു. ആ തിദിക്ഷ തൻ്റെ ജീവിതത്തിൽ കൃഷ്ണൻ കാണിച്ചു കൊടുത്തു. ശ്രീകൃഷ്ണൻ എന്തു പറഞ്ഞോ അതിനു മുൻപ് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തവനാണ്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ്റെ 13 വയസ്സ് സെൽഫ് ഡിഫെൻസിൻ്റേതാണ്, സ്വയം പ്രതിരോധം തീർത്തതാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം സുരക്ഷിതത്വം ഉറപ്പിച്ച് നിർത്തിയിട്ട് വേണം ധർമ്മകാര്യം ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മുടെ മക്കളോട് പഠിക്കൂ, നന്നായി പഠിച്ച് ഈ ലോകത്തിൻ്റെ സർവ്വമേഖലയുടെ ഉച്ചത്തിലിരുന്ന് ഈ ലോകത്തിലെ ധർമ്മവ്യവസ്ഥയെ കൈകാര്യം ചെയ്യാൻ, അത്തരം സ്ഥാനത്തിരിക്കാൻ പഠിക്കൂ 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 എന്ന് പറയുന്നത്. കാരണം സ്വന്തം സ്ഥാനം, സ്വന്തം വാക്കുകളുടെ വില സമൂഹം അംഗീകരിക്കണമെങ്കിൽ അതിൻ്റെ മുന്നിൽ നിൽക്കണം. ശ്രീകൃഷ്ണൻ ചെയ്തതത്രയും ഈ പ്രവൃത്തിയായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടവർ ആണ് നമ്മളെന്ന് നമുക്ക് തോന്നുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ കൃഷ്ണനെക്കുറിച്ചൊന്ന് ആലോചിക്കണം. എല്ലാം നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നാം കൃഷ്ണനെ പെടുത്തരുത്. ഈ നഷ്ടപ്പെട്ടതൊന്നും അദ്ദേഹത്തെ ബാധിച്ചിരുന്നില്ല. അനാസക്തൻ ആരാണ് എന്ന് നമ്മൾ എന്നെങ്കിലും പഠിക്കുന്നുവെങ്കിൽ
അത് ശ്രീകൃഷ്ണനിലൂടെ മാത്രം പഠിക്കണം. ഒരാസക്തിയുമില്ലാത്തവൻ 13 വയസ്സ് വരെ ജീവിച്ച ഗോകുലത്തിൽ പിന്നെ അദ്ദേഹം പോയിട്ടില്ല. ആലോചിക്കണേ, ആ വൃന്ദാവനത്തിൽ മനോഹരമായ ജീവിതത്തിൽ തൻ്റെ ഒരു തുള്ളിയിൽ നിന്ന് മഹാസാഗരം പോലെ പെയ്തിറങ്ങിയ ആ മുരളീഗാനം മുഴുവൻ കേട്ട് വളർന്ന് ആ രാസലീലയാടിയ മൈതാനത്തിലോ ആ വ്യക്തികളുടെ അടുത്തോ പിന്നീട് അദ്ദേഹം പോയിട്ടില്ല. ഒരിടത്തും ബന്ധം സൂക്ഷിക്കുക, ഈ ബന്ധനങ്ങളുമായി നടക്കാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല, ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. അനാസക്തനാണ് കൃഷ്ണൻ. ഒന്നിനോടും ആസക്തിയില്ല. കസേരയോട് ആസക്തിയില്ല, സ്ഥാനമാനങ്ങൾ പോലെ ആസക്തി ലോകത്തിൽ ധനത്തിനില്ല, സ്ത്രീക്കില്ല, മണ്ണിലില്ല. ആ കസേരയൊന്ന് നഷ്ടപ്പെടട്ടെ, അപ്പോൾ കാണാം. ബാക്കി എല്ലാം ഉപേക്ഷിച്ചാലും ഈ സുഖലോലുപത, സമൂഹത്തിൻ്റെ അംഗീകാരം, സമൂഹത്തിൻ്റെ മുന്നിൽ ഞാനാണ് വലിയവനെന്നുള്ള സ്ഥാനം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ നമ്മുടെ ആസക്തിയെക്കുറിച്ച് മനസ്സിലാവുക. ഇല്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ, അനുഭവിക്കട്ടെ. എത്ര മാസങ്ങൾ വേണം, വർഷങ്ങൾ വേണം അതിൽ നിന്നൊന്നും മാറ്റം കിട്ടാൻ, എന്നാലും മാറില്ല. ശ്രീകൃഷ്ണൻ അനാസക്തനാണ്. ഈ 13 വയസ്സിനുള്ളിൽ കൃഷ്ണൻ ചെയ്ത 2 പ്രവർത്തികളെ കൂടി നാം മനസ്സിലാക്കണം. എങ്ങനെയാണ് ഒരു സമാജത്തെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ ഒരു നേതാവ് രൂപാന്തരപ്പെടുക? ആ നേതാവിനെ സൃഷ്ടിച്ച അന്തരീക്ഷങ്ങളെ അദ്ദേഹം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ശ്രീകൃഷ്ണൻ്റെ 2 പ്രവർത്തികൾ 13 വയസ്സിനുള്ളിലുണ്ട്. ഒന്ന് കാളിയമർദ്ദനമാണ്. ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ കടന്നാക്രമണമാണ് കാളിയമർദ്ദനം. അതുവരെയോ ഇങ്ങോട്ട് വന്നവനെ അടിച്ചു കൊന്നു, അല്ലേ? ഇങ്ങോട്ട് വന്നതുകൊണ്ടും സ്വന്തം ജീവൻ രക്ഷിക്കാനും പ്രതിരോധത്തിനും വേണ്ടി അദ്ദേഹം ഇങ്ങോട്ട് വന്നവരെ മാത്രമേ കൊന്നിട്ടുള്ളൂ. അങ്ങോട്ട് പോയി കൃഷ്ണൻ ആരെയും കൊന്നിട്ടില്ല. ഓടുന്ന കൊതുകിൻ്റെ പുറകെ പോയി അടിച്ചു കൊല്ലാറില്ലല്ലോ, വന്നിരുന്നപ്പോൾ അടിച്ചു. എന്തോ നമ്മുടെ ചിന്നക്കൊതുക് പെരിയടി എന്ന് പറയില്ലേ, അതുപോലെ അടിച്ചതാ. ഏതായാലും അത് തീർന്നു. ശ്രീകൃഷ്ണൻ ആദ്യമായി കടന്നാക്രമിക്കുന്നത് കാളിയനെയാണ്. അതുകൊണ്ട് തന്നെ താൻ ആദ്യം കടന്നാക്രമിച്ചത് കൊണ്ട് കൊന്നില്ല. അതുവരെ എല്ലാവരെയും കൃഷ്ണൻ കൊന്നിരുന്നു. കാളിയനെ കൊന്നില്ല, കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി പറഞ്ഞയപ്പിച്ചു. അതുകൊണ്ട് തന്നെ മർദ്ദിച്ച് പറഞ്ഞയച്ചു കൃഷ്ണൻ. കൃഷ്ണൻ്റെ ഈ പ്രവൃത്തിയെ ശ്രദ്ധാപൂർവം വേണം നമ്മൾ മനസ്സിലാക്കാൻ. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, ഒരു സമാജത്തിൽ ജീവിക്കുമ്പോൾ ആ സാമൂഹ്യ പ്രതിബദ്ധത കാണിച്ചതാണ് കൃഷ്ണൻ അവിടെ. എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് വിജയം കൈവരിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ്റെ, ഒരു സമാജ സേവകൻ്റെ പ്രവൃത്തിയാണ് ശ്രീകൃഷ്ണൻ ഈ കാളിയമർദ്ദനത്തിലൂടെ അദ്ദേഹം കാണിക്കുന്നത്. സർവ്വ കാര്യങ്ങളിലും മുൻകൈ എടുക്കുക എന്ന സ്വഭാവം കൃഷ്ണനുണ്ട്. സമാജത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ധാർമ്മിക മൂല്യത്തെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാ കാര്യങ്ങളിലും മുൻകൈ എടുത്തേ പറ്റൂ. അതിന് കിട്ടിയ അവസരം കൃഷ്ണൻ ഉപയോഗിച്ചു. അല്ലാതെ നിവേദനങ്ങളുമായി, പേപ്പറുകളുമായി വീടിൻ്റെ മുന്നിൽ നിന്ന് ആരും ശ്രീകൃഷ്ണൻ്റെ മുന്നിൽ നിവേദനം കൊണ്ട് ചെന്നില്ല. അങ്ങനെ ചെന്നിരുന്നുവെങ്കിൽ ആ ചെയ്ത പ്രവൃത്തിയിൽ വലിയ കേമത്തരവുമില്ല. പക്ഷെ ശ്രീകൃഷ്ണൻ ചെയ്ത പ്രവൃത്തി ഒരു നിവേദനവും ആരുടെയും സഹായം ചോദിക്കലുമൊന്നും കാത്തു നിൽക്കാതെ, ഒരു സമാജത്തിൽ പ്രവർത്തിക്കുന്ന ഞാൻ സമാജത്തിൽ ഉണ്ടാകുന്ന സർവ്വവിധ പ്രശ്നങ്ങൾക്കും ആ സമൂഹത്തിന് ദോഷകരമായ ആചരണങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ദോഷമുള്ള എന്തെങ്കിലും വന്നാൽ ആ സാമൂഹ്യ പ്രശ്നത്തിലേക്ക് ശ്രീകൃഷ്ണൻ ഉടനെ കടന്നു കയറും. ആ കാര്യത്തെ ഉടനെ ശരിയാക്കുകയും ചെയ്യും. അത് ചെയ്തപ്പോൾ ആരുടെയും അന്വേഷണമില്ലാതെ, ആരുടെയും നിവേദനമില്ലാതെ ശ്രീകൃഷ്ണൻ പ്രവൃത്തി ചെയ്തപ്പോൾ ഇത്രയും വലിയ ഒരു സംഘർഷ ഭൂമികയിലേക്ക് ചാടിയിറങ്ങി കാളിയനെ ഞങ്ങൾക്ക് വേണ്ടി ഓടിച്ച കൃഷ്ണനോട് സമൂഹത്തിനൊരു വിശ്വാസം വന്നു എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിന് യാതൊരു തരത്തിലുമുള്ള സ്വാർത്ഥതയില്ല എന്ന് സമൂഹം ഉറപ്പിച്ചു. ഇവൻ നിസ്വാർത്ഥനാണ്. അടുത്ത വാർഡ് മെമ്പറാകാൻ വേണ്ടി മനസ്സിൽ വിചാരിച്ച് ചത്ത് കിടക്കുന്ന ഒരു പട്ടിയെ എടുത്ത് മാറ്റി അത് 4 ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് അവന് പ്രത്യേക അജണ്ടയുണ്ട്. ശ്രീകൃഷ്ണന് പ്രത്യേകിച്ച് ഒരു അജണ്ടയുമില്ല.
സമൂഹത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളെ നേരത്തെ കൂട്ടി മനസ്സിലാക്കിയ പ്രശ്നങ്ങളെ പരിഹരിച്ച് സമൂഹത്തിൻ്റെ വിശ്വാസം ആർജിക്കുക എന്ന സാമാജിക പ്രവർത്തകൻ്റെ, ധർമ്മ സംരക്ഷണം ചെയ്യുന്നവൻ്റെ ഈ സ്വഭാവം കണ്ടതോടുകൂടി ഇവന് സാമൂഹ്യബോധമുണ്ട്, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവൻ എന്തെങ്കിലും ചെയ്യുന്നത് എന്ന ബോധം സമൂഹത്തിലുണ്ടായപ്പോൾ അറിയാതെ സമൂഹ മനസ്സിൽ ഒരു നേതാവ് രൂപാന്തരപ്പെടുകയായിരുന്നു. അല്ലാണ്ട് ഒരു നേതാവിൻ്റെ പോസ്റ്റർ അടിച്ച് ജയ് വിളിച്ചാൽ ദീർഘകാലം ഒരു നേതാവ് ഉണ്ടാവില്ല. പോസ്റ്ററിൽ നേതാവ് ഉണ്ടാകും. സമൂഹത്തിൻ്റെ ഹൃദയത്തിൽ നേതാവ് ഉണ്ടാകുന്നത് സമൂഹത്തിനനുസരിച്ച് സമൂഹത്തിൻ്റെ വിപത്തുകൾ കണ്ടറിഞ്ഞ് പരിഹരിക്കുമ്പോഴാണ്. രണ്ടാമത്തെ പ്രവൃത്തി ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ആ ആചാര പരിഷ്കരണമാണ്. നോക്കൂ, ഈ ഗോവർദ്ധനധാരിയായ ശ്രീകൃഷ്ണൻ ഒരു സാമൂഹ്യ പരിഷ്കരണവും ആചാര പരിഷ്കരണവുമാണ് ചെയ്തത്. ഇന്ന് ആചാരങ്ങൾ പരിഷ്കരിക്കണം എന്നതിനെക്കുറിച്ച് ഘോരം ചർച്ച നടക്കുന്നു. നമ്മളും പലരും പറയുന്നു ശ്രീകൃഷ്ണൻ കണ്ടെത്തിയത് ഒരു ആചാരത്തിനെ പരിഷ്കരിക്കുകയായിരുന്നു. ഏതെങ്കിലും ഒന്നിനെ ഇല്ലാതാക്കി ഒരു പുതു ആചാരം കൊണ്ടുവന്നതല്ല. സമൂഹ മനസ്സിൽ ശാസ്ത്രബോധത്തെ ഉണ്ടാക്കി വൈദികമായ അറിവിനെ സമൂഹത്തിൻ്റെ മനസ്സിൽ കൊടുത്ത് സ്വാഭാവികമായും മനസ്സ് മാറ്റിയെടുത്ത ഒരു മനസംസ്കരണമായിരുന്നു ഗോവർദ്ധന പർവ്വതം. അതിൻ്റെ കൂടെ നടന്ന പരിവർത്തനം. ഏതുപോലെ? ഈ ആചാരം എന്ത് എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. ശാസ്ത്രശുദ്ധിയ വൈദികമായ നമ്മുടെ പൂർവാചാര്യന്മാർ നമ്മളോട് ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞതാണ് ആചാരം. ആചാരത്തിന് പ്രമാണം വേണം. അതുകൊണ്ട് ആ പ്രമാണം വൈദികമായിരിക്കണം, അല്ലെങ്കിൽ ശാസ്ത്രം പറഞ്ഞതനുസരിച്ചായിരിക്കണം, അല്ലെങ്കിൽ ശാസ്ത്രാനുസാരിയായിരിക്കണം. ഇത് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ? വേദങ്ങളിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ വേദം പറയുന്ന ആശയത്തിനോട് ചേർന്ന് നിൽക്കുന്നതൊക്കെ വേദാനുസാരിയാണ്. ഈ പറഞ്ഞതൊന്ന് ശ്രദ്ധിക്കണേ. ഇത് നിങ്ങളുടെ ഏതെങ്കിലും പുസ്തകത്തിലുണ്ടോ? ഞങ്ങളുടെ പുസ്തകത്തിലുള്ള അടിസ്ഥാന ആശയങ്ങളോട് തത്തുല്യമായി ചേർന്ന് നിൽക്കുന്ന ഏതൊരു വിചാരവും ആചാരവും വേദാനുസാരിയാണ്. വേദമല്ല, വേദാനുസാരി. അയ്യപ്പനെ കുറിച്ച് വേദത്തിലില്ലല്ലോ? ഇല്ല. വേദങ്ങളിൽ പറഞ്ഞ ആരാധനാ സമ്പ്രദായങ്ങളിൽ വേദാനുസാരിയായ സമ്പ്രദായമായതുകൊണ്ട് അത് വൈദികമാണ്. ഇവിടെ പറഞ്ഞ് പഠിച്ചും പഠിപ്പിച്ചും ഈ ആചാരം എന്ത് എന്ന് നാം ഉറപ്പിക്കണം. ശ്രീകൃഷ്ണൻ ശാസ്ത്രബോധമില്ലാത്ത സമൂഹത്തിന് ബോധം കൊടുത്ത് ആ സമൂഹത്തിൻ്റെ മൊത്തം സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ ഗോവർദ്ധന പൂജ ചെയ്തത്. അല്ലാതെ ഒരു വിഭാഗം ആളുകളെ അടിച്ചോൽപ്പിച്ചും അവിടെ 144 പാസാക്കിയും ഇനി മിണ്ടരുത് എന്ന് പറഞ്ഞുമല്ല ശ്രീകൃഷ്ണൻ ഒരു ആചാരത്തെ പരിഷ്കരിച്ചത്. മാത്രമല്ല, ആചാരത്തെ പരിഷ്കരിക്കേണ്ടതാരാ? നാസ്തികനല്ല ആചാരത്തെ പരിഷ്കരിക്കേണ്ടത്. വേദപ്രമാണങ്ങളിൽ വിശ്വാസമില്ല എന്ന് പറയുന്നവനല്ല ഒരു മൈക്കിൻ്റെ മുന്നിൽ നിന്ന് ആചാരങ്ങളെ പരിഷ്കരിക്കേണ്ടത്. ആചാരങ്ങളെ പരിഷ്കരിക്കേണ്ടത് ആ വൈദിക സമ്പത്തിൽ അഭിമാനമുള്ളവനും ഈ ആചാരങ്ങളെ പിൻപറ്റി ജീവിക്കുന്ന ഉപാസനയുള്ള വൃന്ദമാരോ അവർ ആചാരങ്ങളെ പരിഷ്കരിക്കണം. നാസ്തികൻ ആചാരങ്ങളെ പരിഷ്കരിക്കാൻ കിട്ടിയ അവസരം മുതലെടുക്കാൻ ശ്രമിച്ചാൽ വൈദിക സമ്പത്തിനെ, ഹൈന്ദവ ആചാരങ്ങളെ, ക്ഷേത്ര ആചാരങ്ങളെ ആര് സംരക്ഷിക്കുന്നുവോ കൊണ്ടു നടക്കുന്നുവോ അവർ പറയട്ടെ. അല്ലാതെ കൈചൂണ്ടി ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലേക്ക് വിരൽ ചൂണ്ടി ആ ഇരിക്കുന്നതാണോ നിങ്ങളുടെ കൃഷ്ണൻ എന്ന് ചോദിക്കുന്ന നാസ്തികനല്ല ഹൈന്ദവ ആചാരങ്ങളെക്കുറിച്ച് പറയേണ്ടത്. അത് പറയേണ്ടത് ഉപാസനാനിഷ്ഠരായ ഹൈന്ദവ ആചാര്യന്മാരാണ്. ഇത്തരം നാസ്തികന്മാരെ നമ്മൾ തിരിച്ചറിഞ്ഞ് സമൂഹത്തിൽ നല്ല ബോധവൽക്കരണം നടത്തുക തന്നെ വേണം. നമ്മുടെ വീട്ടിലെങ്കിലും പറയണം, ഇന്നലെ ചെയ്തോരബദ്ധം അത് നാളത്തെ ആചാരം, ഇന്നത്തെ ആചാരമതാകാം, നാളത്തെ ശാസ്ത്രമതായി മാറും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ സമ്മതം മൂളായിക ധീമാൻ. ഹേ ധീമാൻ, ബുദ്ധിയുള്ളവനെ, ബുദ്ധി ഉപയോഗിക്കുന്നവനെ, അവൻ
ഈ ആചാരങ്ങളെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ തൻ്റെ പ്രായോഗിക ജീവിതത്തിൽ അനുഭവപ്പെട്ട ഒരു അനുഭവ സാക്ഷ്യത്തെ ലോകസമക്ഷം പറയുകയാണ്. അദ്ദേഹത്തിൽ വിശ്വാസമുള്ള സമൂഹം ശ്രീകൃഷ്ണൻ്റെ വാക്കുകളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. നന്ദഗോപൻ കൈയടിച്ചു പാസാക്കി, ഗ്രാമമുഖ്യന്മാർ സമ്മതിച്ചു, വയോവൃദ്ധന്മാരും ശീലവൃദ്ധന്മാരും ധർമ്മവൃദ്ധന്മാരും ജ്ഞാനവൃദ്ധന്മാരും ഒരുപോലെ ശ്രീകൃഷ്ണൻ്റെ മുന്നിൽ നിന്നു. ഒരു സമൂഹം മൊത്തം ഇന്ദ്രന് കൊടുത്ത പൂജ ഇന്ദ്രനെതിരല്ല, ഒരു പുതിയ കാലത്തിനനുസരിച്ച് ഉണ്ടായ ആചരണത്തിന് യാതൊരു ലോപവും സംഭവിക്കാതെ ആചാരത്തെ പരിഷ്കരിച്ച് ശാസ്ത്രബോധത്താൽ പരിഷ്കരിക്കപ്പെട്ട ആചാരം മാത്രമേ നിലനിൽക്കൂ. അതുമാത്രമേ ഈ സനാതന ധർമ്മത്തെയും സംരക്ഷിക്കൂ. ഈ സംരക്ഷണമാണ് ശ്രീകൃഷ്ണൻ ചെയ്തത്. അത് അനുഭവത്തിലൂടെ ഉണ്ടായതാണ്. എന്താണ് അനുഭവം? ആ അനുഭവം നല്ലപോലെ നാം മനസ്സിലാക്കി വയ്ക്കുക. ഈ പരിസ്ഥിതിയും പ്രകൃതിയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ് പരിസ്ഥിതി. ആ പരിസ്ഥിതിയെയും പ്രകൃതിയെയും മറന്ന് ജീവിക്കാൻ സാധ്യമല്ല. ഇത് വൈദിക സമ്പത്താണ്, വൈദിക ആശയമാണ്. ഈ ആശയമാണ് ശ്രീകൃഷ്ണൻ മുന്നോട്ട് വച്ചത്. അതുകൊണ്ടാണ് മാതാ പൃഥ്വി പുത്രോഹം പൃഥിവ്യ, വൈദികാശയമാണ്. ഈ ഭൂമി, ഈ പ്രപഞ്ചം അത് നമ്മുടെ കുടുംബമാണ്. പ്രപഞ്ചത്തിന് ഗുണം ലഭിച്ചാൽ മാത്രമാണ് നമുക്കും ജീവിതത്തിൽ ഗുണം ലഭിക്കൂ. നാം ധർമ്മത്തെ സംരക്ഷിച്ചാൽ ആ ധർമ്മം നമ്മളെയും സംരക്ഷിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പ്രകൃതി സംരക്ഷണം നമ്മുടെ കുടുംബാംഗങ്ങളെ സേവിക്കുന്നതിന് തത്തുല്യമാണ്. ആർഷ ഋഷിയുടെ ഒരു വാക്കുണ്ട്. എന്താണ് പ്രാപഞ്ചിക വീക്ഷണം? എന്താണ് ഭാരതത്തിന് ലോകത്തിന് കൊടുക്കാനുള്ള പ്രാപഞ്ചിക വീക്ഷണം? ഇന്ന് രണ്ട് ശാസ്ത്രജ്ഞന്മാർ ഒരുമിച്ച് ചേർന്നാൽ ഈ ഭൗമാന്തരീക്ഷത്തിൻ്റെ ചൂട്, സ്കൂളിൽ കുട്ടികൾക്ക് പ്രസംഗിക്കാൻ കൊടുക്കുന്ന വിഷയം ഇന്നത്തെ ഈ പ്രകൃതിയിലെ ചൂട്, ഏതെങ്കിലും വലിയ ശാസ്ത്രകാരന്മാർ ഒരുമിച്ച് ചേരുക, സർവ്വ ഇടങ്ങളിലും ചർച്ച മുഴുവൻ ഭൗമാന്തരീക്ഷത്തിൻ്റെ ഈ പ്രശ്നങ്ങൾ, പരിസ്ഥിതിയുടെ മാറ്റങ്ങൾ. ഇതെന്താ ഇങ്ങനെ? ഇതിനെല്ലാം ഭാരതം കൊടുത്ത സുന്ദരമായിട്ടുള്ള ഉത്തരമാണ് ഈ ഗോവർദ്ധന പൂജ. ആ പൂജയ്ക്ക് സപ്പോർട്ടായി നമ്മുടെ ആചാര്യൻ്റെ വാക്കാണ് മാതർമേദിനി താതമാരുത സഖേ തേജ സുബന്ധോജല ഭ്രാതർവ്യോമയേന നിബദ്ധ ഏവാം അന്ത്യപ്രണാമാഞ്ജലി എന്ന മനോഹരമായ ആചാര്യവാണിയുണ്ട്. എന്താണ് ഈ പ്രകൃതിയിലെ പഞ്ചഭൂതങ്ങളോടുള്ള നമ്മുടെ സമീപനം? ഒന്നാമത്തെ സമീപനം മാതർമേദിനി. ഈ അമ്മ, ഈ ഭൂമി എനിക്ക് അമ്മയാണ്. മാതർമേദിനി താതമാരുത, ഈ കാറ്റുണ്ടല്ലോ, വായു ഉണ്ടല്ലോ, എനിക്ക് അച്ഛനാണ്. സഖേ തേജ, എൻ്റെ കൂട്ടുകാരനാണ് ഈ തേജ. അഗ്നി എൻ്റെ കൂട്ടുകാരനാണ്. സുബന്ധോ ജല, ഈ ബന്ധുക്കളായിരിക്കുന്നവരൊക്കെ ജലം എൻ്റെ ബന്ധുവാണ്. ഭ്രാതർവ്യോമ, എൻ്റെ സഹോദരനാണ് ആകാശം. എൻ്റെ കുടുംബാംഗങ്ങളായി ഈ പ്രകൃതിയിലെ സർവ്വതിനെയും ഞാൻ കണ്ട് ആരാധിച്ച് ആ പ്രകൃതിയെ ഞാൻ സംരക്ഷിച്ച് അവയുടെ സഹായത്തോടു കൂടി ഞാൻ ഈ ലോകത്ത് ജീവിച്ചു. എൻ്റെ അവസാനത്തെ ആ ഊർധ്വശ്വാസവും കഴിഞ്ഞ് ഞാൻ ഈ ലോകത്ത് നിന്ന് യാത്രയാവുകയാണ്. അതുകൊണ്ട് ഇത്രയും കാലം എന്നെ സംരക്ഷിച്ച അല്ലയോ ഭൂമാതാവേ, അല്ലയോ വായുദേവ, അല്ലയോ കാറ്റേ, അല്ലയോ ആകാശമേ, അല്ലയോ ജലമേ, സർവരും നിങ്ങളുടെ സംഘം കൊണ്ടാണ് എൻ്റെ ജീവിതം അഭിവൃദ്ധി പ്രാപിച്ചത്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അന്ത്യപ്രണാമഞ്ജലി. വൈരാഗ്യ ദശകത്തിലെ 100-ാം ശ്ലോകം പ്രകൃതിയോടുള്ള നമ്മുടെ ഈ കാഴ്ചപ്പാടാണ്. 5 മിനിറ്റ് കൊണ്ട് നിർത്തിയേ. ശ്രീകൃഷ്ണൻ മുന്നിൽ വെച്ചത് സനാതന ധാർമ്മിക മൂല്യങ്ങളാണ്. ഈ മൂല്യങ്ങളെ ശ്രീകൃഷ്ണൻ എന്നും ജീവിതത്തിൽ സംരക്ഷിച്ചു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവൃത്തിയും ധാർമ്മികമാണ്. അന്നത്തെ കാലത്ത് സ്വാർത്ഥത മുറ്റിയ സമൂഹത്തിൻ്റെ മുന്നിൽ തൻ്റെ ജീവിതത്തിൻ്റെ ധാർമ്മികതയെ തുറന്നു കാണിച്ചിരുന്നു കൃഷ്ണൻ. നോക്കൂ, അന്ന് തനിക്ക് കിട്ടുന്ന സർവ്വതും തൻ്റേതായി ഭുജിച്ചും ഭോഗിച്ചും സുഖിച്ചും ജീവിച്ച സമൂഹത്തിൽ ഇതൊന്നുമില്ലാത്ത ഒരു വ്യക്തി അദ്ദേഹം കംസനെ വധിച്ചു.
കംസനെ വധിച്ചു കഴിഞ്ഞാൽ മഥുരയുടെ അധിപനാകാം കൃഷ്ണന്. പക്ഷെ കൃഷ്ണൻ അത് ചെയ്തില്ല. മറിച്ച് ഉഗ്രസേന മഹാരാജാവിനെ സിംഹാസനത്തിലിരുത്തി വെറും കൈയോടെ മടങ്ങിപ്പോന്നപ്പോൾ സമൂഹം ചിന്തിച്ചു, ആഹാ, ഇദ്ദേഹം എത്ര നല്ല മനുഷ്യൻ, സ്വാർത്ഥതയില്ലാത്ത നിസ്വാർത്ഥൻ, ഇത് അനുകരിക്കപ്പെടേണ്ടതാണ്. ഇതേ ശ്രീകൃഷ്ണൻ ജരാസന്ധനെ ഭീമനെ കൊണ്ട് കൊല്ലിച്ചില്ലേ? അതിനുശേഷം മഗധയുടെ അധിപനാകാമായിരുന്നു ശ്രീകൃഷ്ണന്, ചെയ്തില്ല. മഗധാധിപതിയുടെ പുത്രനായ സഹദേവനെ ആ സിംഹാസനത്തിൽ ഇരുത്തി ശ്രീകൃഷ്ണൻ വെറും കൈയോടുകൂടി ഇറങ്ങിയപ്പോൾ നിസ്വാർത്ഥനായ ഈ ഭരണാധികാരി, ഈ നേതാവാണ്, ഈ സനാതന ധർമ്മത്തെ സംരക്ഷിക്കൂ എന്ന് അവരുടെ ഉള്ളിൽ ഒരു വിശ്വാസം വന്നു. ശ്രീകൃഷ്ണൻ പ്രാഗ്ജ്യോതിഷത്തിലെ രാജാവായ നരകാസുരനെ വധിച്ചു. ശ്രീകൃഷ്ണന് രാജാവാകാമായിരുന്നില്ലേ? ശ്രീകൃഷ്ണൻ ആയില്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ ഉത്തരാധികാരിക സിംഹാസനത്തിൽ ഇരുത്തി ശ്രീകൃഷ്ണൻ തിരിച്ചു പോന്നപ്പോൾ സമൂഹം കൈയടിച്ചു. ശ്രീകൃഷ്ണൻ ശിശുപാലനെ, ചേതി രാജ്യത്തിലെ രാജാവായ ശിശുപാലനെ വധിച്ചു. ശ്രീകൃഷ്ണന് ചേതി രാജ്യാധിപതിയാകാമായിരുന്നു, പക്ഷെ ശ്രീകൃഷ്ണൻ അത് ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ മകനായ ദൃഷ്ടകേതുവിനെ സിംഹാസനത്തിൽ ഇരുത്തി ശ്രീകൃഷ്ണൻ വെറും കൈയോടുകൂടി മടങ്ങിപ്പോന്നു. ആ നിസ്വാർത്ഥമായ പ്രവൃത്തിയെ നോക്കൂ. ഇത്തരമൊരു നേതാവിനല്ലേ സമൂഹത്തിൻ്റെ വിശ്വാസം ആർജിച്ച് ഈ ആർഷ സംസ്കൃതിയെ, സനാതന ധർമ്മത്തെ, ഹിന്ദു ധർമ്മത്തെ നിലനിർത്താൻ പറ്റൂ. സ്വാർത്ഥത മുറ്റിയ സമൂഹത്തിൻ്റെ മുന്നിൽ നിസ്വാർത്ഥനായ ഈ വ്യക്തിയുടെ ആവശ്യം ഇന്നില്ലേ? അതല്ലേ നാം വർത്തമാനകാല ഭാരതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ എന്ന വ്യക്തിത്വം ഇത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഓരോ പെരുമാറ്റങ്ങളും. തന്നെക്കാളും മുതിർന്ന ആരെ കണ്ടാലും ശ്രീകൃഷ്ണൻ പാദവന്ദനം ചെയ്യും. കുന്തിദേവിയെ കണ്ടാൽ സാഷ്ടാംഗം പ്രണമിക്കും. ഭീഷ്മ പിതാമഹനെ കണ്ടാൽ സാഷ്ടാംഗം പ്രണമിക്കും. വിതുരരെയും വ്യാസനെയും കണ്ടാൽ സാഷ്ടാംഗം പ്രണമിക്കും. ഗാന്ധാരിയെയും ധൃതരാഷ്ട്രയെയും കണ്ടാൽ കാൽ തൊട്ട് വന്ദിക്കും. തന്നെക്കാളും മുതിർന്ന ഭീമനെയും യുധിഷ്ഠിരനെയും കണ്ടാൽ ശ്രീകൃഷ്ണൻ പാദവന്ദനം ചെയ്യും. തൻ്റെ സമപ്രായക്കാരനായ അർജുനനെ കണ്ടാൽ ആലിംഗനം ചെയ്യും. തന്നെക്കാളും താഴെയുള്ള നകുല സഹദേവന്മാരെ കണ്ടാൽ സാഷ്ടാംഗം കെട്ടിപ്പിടിച്ച് മൂർധാവിൽ ചുംബിക്കും. ഈ പെരുമാറ്റം നോക്കൂ. സനാതന മൂല്യങ്ങൾ, ഈ പെരുമാറ്റം എന്നുള്ള തന്നെക്കാളും മുതിർന്നവരെ ബഹുമാനിക്കുകയും തനിക്ക് താഴെയുള്ളവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുക എന്ന ഈ സനാതന മൂല്യം ശ്രീകൃഷ്ണൻ ജീവിതത്തിലൂടെ കാണിച്ചു തന്നില്ലേ? മാത്രമല്ല, മനുഷ്യനെ മനുഷ്യനാക്കുന്നതിൽ വലിയ ബലമുള്ളത് ദേവതാ യജ്ഞങ്ങളാണ്, ദേവയജ്ഞമാണ്. ശ്രീകൃഷ്ണൻ്റെ ജീവിതം ആരംഭം തൊട്ട് നമ്മൾ നോക്കൂ. ശ്രീകൃഷ്ണൻ ഒരിക്കലും നാമജപം മുടക്കിയിട്ടില്ല. ശ്രീകൃഷ്ണൻ്റെ മരണം 100-ാം വയസ്സിൽ മരിക്കുന്നത് വരെ ശ്രീകൃഷ്ണൻ നാമം ജപിച്ചിരുന്നു. നാമജപം മുടക്കിയിട്ടില്ല. വ്യാസഭഗവാൻ മത്സരിക്കുന്നുണ്ട് മഹാഭാരതത്തിൽ. ശ്രീകൃഷ്ണൻ്റെ അഗ്നിക്രിയകൾ, ശ്രീകൃഷ്ണൻ്റെ സൂര്യോപാസന, ശ്രീകൃഷ്ണൻ്റെ ധ്യാനം, ശ്രീകൃഷ്ണൻ്റെ ജപം, ഇത് പറയുവാൻ വേണ്ടി. എന്തിനാ ശ്രീകൃഷ്ണൻ നാമം ജപിച്ചത്? അതിനുശേഷം പറയാനുള്ള ഭഗവത്ഗീതയിൽ അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥക് വിധം വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. 5ാമത്തെ ഘടകമായിട്ടുള്ള ആ ദൈവബലം കൂടെയുണ്ടെങ്കിലേ അർജുന നമുക്ക് വിജയിക്കാൻ പറ്റൂ. അധിഷ്ഠാനമുണ്ടെങ്കിലും, കർത്താവായ നീ, കർമ്മം ചെയ്യുന്ന നീയുണ്ടെങ്കിലും, വിവിധങ്ങളായ ചേഷ്ടകൾക്കുള്ള സർവ്വ ഉപാധികളുണ്ടെങ്കിലും ദൈവം ചൈവാത്ര പഞ്ചമം. അതുകൊണ്ടാണ് കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് അർജുനനോട് കൃഷ്ണൻ പറയുന്നത്, അർജുന, ഈ പരീക്ഷയിൽ, യുദ്ധത്തിൽ നിനക്ക് വിജയിക്കണമെങ്കിൽ തേർത്തട്ടിൽ നിന്നിറങ്ങൂ, ഭൂമിമാതാവിൻ്റെ മടിത്തട്ടിൽ നിന്ന് ദുർഗാശതി ഉതീരണം ചെയ്യൂ. സർവ്വദുർഗമങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന ദുർഗാ ഭഗവതി നമ്മളെ സംരക്ഷിക്കും. അർജുനൻ ഇറങ്ങി, ശ്രീകൃഷ്ണനും ഇറങ്ങി. കൈകൾ കൂപ്പി 13 ശ്ലോകങ്ങളുള്ള മഹാഭാരത പ്രസിദ്ധമായ ദുർഗാശതി ഉതീരണം ചെയ്ത് കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ അർജുനനെ ചേർത്തു പിടിച്ച് അർജുനനോട് പറഞ്ഞു, അർജുന, വിജയം നമ്മുടെ കൂടെയാണ്. കാരണം ദേവബലമുണ്ട് നമ്മുടെ കയ്യിൽ. ദേവബലം നമ്മുടെ കൂടെ വേണ്ടേ? നമ്മൾ നമ്മുടെ മക്കളോട് ദേവകാര്യം ചെയ്യാൻ പറയുന്നുണ്ടോ? നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ? ഹിന്ദു കുഞ്ഞുങ്ങളുടെ ഒരു കഷ്ടം അറിയുമോ? അവർ രാവിലെ ഹിന്ദു അമ്മമാർ വിളിച്ചെഴുന്നേൽപ്പിക്കും. എഴുന്നേറ്റാൽ ഉടനെ പറയും, എഴുന്നേൽക്ക് പട്ടിക്ക്, എഴുന്നേൽക്ക് പരീക്ഷ, എഴുന്നേൽക്ക്. എത്ര രൂപ കൊടുത്താൽ നിന്നെ പഠിപ്പിക്കുന്നതെന്നറിയാമോ? പരീക്ഷ, സ്കൂൾ, പഠിക്കൂ, ഇത് മാത്രം. നിങ്ങളൊരു ക്രൈസ്തവ ഇസ്ലാമിക വീട്ടിലൊന്ന് പോയി താമസിക്കൂ.
അവർ രാവിലെ മക്കളെ വിളിച്ചെഴുന്നേൽപ്പിച്ചാൽ എഴുന്നേൽക്കൂ, ദേഹശുദ്ധി വരുത്തി പള്ളിയിൽ പോകൂ, നിസ്കരിക്കൂ, ബൈബിൾ വായിക്കൂ, ഖുറാൻ വായിക്കൂ, ഹദീസുകൾ വായിക്കൂ. അവരാരും പഠിക്കാൻ ആദ്യം പറയാറില്ല. കുട്ടികളെ രാവിലെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത് ദേവകാര്യം ചെയ്യാനാണ് എന്ന് അവർക്കറിയാം. ശ്രീകൃഷ്ണൻ പറഞ്ഞ വാക്യങ്ങൾ അവർ പാലിക്കുന്നു. നമ്മളോ എഴുന്നേൽക്ക്, പഠിക്ക് പഠിക്ക് പഠിക്ക്. എന്നാൽ പിന്നൊരു പ്രതീക്ഷയുണ്ട്. ഹിന്ദു കുഞ്ഞുങ്ങൾ പഠനത്തിൽ മുൻപിലായിരിക്കും. വിദ്യാലയങ്ങളിൽ നിങ്ങൾ പോയൊന്ന് പരിശോധിക്കൂ. മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സീറ്റ് കിട്ടുന്നത് ഏത് കുട്ടികൾക്കാണ്? എപ്പോഴും പഠിക്കുന്ന ഹിന്ദു കുട്ടികൾക്കാകണം. മത്സര പരീക്ഷകളിൽ, മെഡിക്കൽ എഞ്ചിനീയറിംഗ് പരീക്ഷകളിൽ 1ാം റാങ്ക്, 100 റാങ്കുകൾ എടുക്കൂ. അതിൽ കൂടുതൽ ആർക്കാ? എപ്പോഴും പഠിക്കൂ എന്ന് പറഞ്ഞ ഹിന്ദു കുഞ്ഞിനായിരിക്കണം. പക്ഷേ ആണോ? അല്ല. എപ്പോഴും മതം പഠിക്കൂ, ഈശ്വരനെ പഠിക്കൂ, ദേവതാ കാര്യം ചെയ്യൂ, പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ മതസ്ഥർ എന്തുകൊണ്ട് സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനത്ത് വരുന്നു? വെള്ളിയാഴ്ച ദിവസം 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും ആ കടയടച്ചിട്ട് നിസ്കരിക്കാൻ പോകുന്നവൻ്റെ മുന്നിൽ നാം വണങ്ങണ്ടേ? ദേവകാര്യം ചെയ്യാതെ, ദേവയജ്ഞം ചെയ്യാതെ, സന്ധ്യാവന്ദനം ചെയ്യാതെ, നാമം ജപിക്കാതെ ഒരമ്മയും അച്ഛനും ആ വീട്ടിലുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് എന്താണ് പ്രേരണ? ഹിന്ദു കുഞ്ഞുങ്ങൾ നന്നാകാൻ വല്ല വഴിയുമുണ്ടോ? അവരുടെ മുന്നിൽ പ്രേരണയായി വർത്തിക്കുന്ന ഒരു അച്ഛനുണ്ടോ, അമ്മയുണ്ടോ? നമ്മുടെ വീടുകളിൽ സന്ധ്യാവന്ദനമുണ്ടോ? മാറാല പിടിച്ച് കരിന്തിരി കത്തുന്ന വിളക്കും മാറാലയുമായി നമ്മുടെ വീടുകൾ ക്ഷയിച്ചില്ലാതാകണോ? അതോ നമ്മുടെ വീടുകളിൽ സന്ധ്യാനാമങ്ങൾ വീണ്ടും ഉയരണോ? മാതൃകയാകേണ്ട അച്ഛനമ്മമാർ ഉത്തരം പറയണം. ശ്രീകൃഷ്ണൻ പറഞ്ഞു, യദ്യത് ആചരതി ശ്രേഷ്ഠ തത്തദേവേതരോചന സയത് പ്രമാണം കുരുതേ ലോകസ്തനുവർത്തതെ. ആരനുവർത്തിക്കും? ആരനുകരിക്കും? മക്കൾ അനുകരിക്കണമെങ്കിൽ നാം നാമം ജപിക്കണം. ശ്രീകൃഷ്ണൻ ജീവിതത്തിൽ ചെയ്തതത്രയും നാമം ജപിക്കുക മാത്രമല്ല, അർജുനനെ കൊണ്ട് ജപിപ്പിച്ചു. ആചാരേ സ്ഥാപയതി. അച്ഛനമ്മമാരുടെ ധർമ്മമാണ് മക്കളെ ആചാരങ്ങളിൽ കൈപിടിച്ച് സ്ഥാപിപ്പിക്കണം. ഇത് ചെയ്യുന്നുണ്ടോ നമ്മൾ? ശ്രീകൃഷ്ണൻ ചെയ്ത് കാണിച്ചില്ലേ? സനാതന മൂല്യമാണ് ദേവയജ്ഞം. ആചാരേ സ്ഥാപയതി. അത് രണ്ടും ചെയ്ത് ജീവിതത്തിൽ കാണിച്ച മഹാനുഭാവൻ. അവസാനിപ്പിച്ചു. ആ മഹാനുഭാവൻ 100 വയസ്സ് വരെ ജീവിച്ച് ശരീരത്തിൽ ജരാനര ബാധിച്ച് ഈ ലോകത്ത് നിന്ന് പോയി. ഏത് ജര? വ്യാസഭഗവാൻ ഒരു കാര്യം എഴുതുമ്പോൾ നമ്മൾ വാക്യാർത്ഥവും ലക്ഷ്യാർത്ഥവും വെച്ച് വ്യാസന്റെ ലക്ഷ്യം എന്തായിരുന്നു? വേടന്റെ അമ്പേറ്റ് മരണപ്പെടുന്ന കൃഷ്ണൻ നമുക്കില്ല. കുരുക്ഷേത്ര യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് കൂരമ്പുകൾ തൻ്റെ നെഞ്ചിൽ ഏറ്റുവാങ്ങിയ മഹാനുഭാവൻ ഒരു വേടന്റെ അസ്ത്രമേറ്റും മരണപ്പെടില്ല. ആ മരണപ്പെടുന്നത് എൻ്റെ കൃഷ്ണനുമല്ല. ഒരു അസ്ത്രമേറ്റ് മരിക്കുന്നവനല്ല കൃഷ്ണൻ. ഇതിനു മുൻപ് എത്ര അസ്ത്രങ്ങളെ തൻ്റെ ശരീരത്തിൽ ചേർത്ത് വെച്ച് കേട്ടവനാണ്, എല്ലാം ഏറ്റവനാണ്. ആ കൃഷ്ണന് വേടൻ്റെ ഒരമ്പ് കാലിൽ കൊണ്ട് മരണപ്പെട്ടു എന്ന് വിചാരിക്കരുത്. ഇനി മഹാഭാരതം എടുത്തൊന്ന് വായിക്കുക. മഹാഭാരതത്തിൻ്റെ അവസാനത്തിൽ അനാസക്തനാണെന്ന് തെളിയിച്ചുകൊണ്ട് കാവിവസ്ത്രധാരികളെ അപമാനിച്ച സ്വന്തം പുത്രനെ, യജ്ഞ സംസ്കൃതിയെ നിലനിർത്തുന്ന സന്യാസിവര്യന്മാരെ, ആചാര്യന്മാരെ, ഹിന്ദു ആചാര്യന്മാരെ ഇല്ലായ്മ ചെയ്യുക, അവരെ പരിഹസിക്കുക ചെയ്ത സ്വന്തം മകനായ സാമ്പനെ സ്വന്തം കൈകൊണ്ട് വധിച്ചു. സ്വന്തം കൈകൊണ്ട്. എന്തുകൊണ്ട് വധിച്ചു? ആർഷ സംസ്കൃതിയെ ചോദ്യം ചെയ്തു, കാവി വസ്ത്രത്തെ ചോദ്യം ചെയ്തു, കാവി വസ്ത്രത്തെ അവൻ വല്ലാതെ പരിഹസിച്ചു. സ്ത്രീവേഷം കെട്ടി ആ ആരാധ്യരായ കാവി വസ്ത്രധാരികളുടെ മുന്നിൽ ഇവൻ പ്രസവിക്കുന്നതാണോ പെണ്ണോ എന്ന് സാമ്പൻ മദ്യം കഴിച്ച് സ്വബോധം നഷ്ടപ്പെട്ടവൻ അത് ചെയ്തപ്പോൾ ശ്രീകൃഷ്ണൻ സ്വന്തം പുത്രനെ വധിച്ചു. 2 കാരണം. ഒന്ന്, മദ്യം കൊണ്ട് നശിച്ച് നാമാവശേഷമാകുന്ന സമൂഹത്തിൻ്റെ പ്രതിനിധി. 2, കാവി വസ്ത്രത്തെ വ്യഭിചരിച്ചവൻ ലോകത്തിൽ ആദ്യത്തെ ആൾ രാവണനാണ്. ആദ്യമായി കാവി വസ്ത്രത്തെ വ്യഭിചരിച്ചവൻ രാവണനാണ്. അവനെയും ലോകത്ത് രാമൻ നിലനിർത്തിയില്ല.
ഘടോത്കചനെ വധിച്ചതിനെക്കുറിച്ച് കൃഷ്ണൻ പറയുന്നുണ്ട്. ഘടോത്കചനെ കർണൻ കൊന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ കൊല്ലുമായിരുന്നു. ഭീമന്റെ പുത്രനാണെങ്കിലും അവൻ സന്യാസിമാരെ ആക്രമിക്കുന്നു, അവൻ കാവി വസ്ത്രധാരികളെ ആക്രമിക്കുന്നു, യാഗവും യജ്ഞവും നശിപ്പിക്കുന്നു. അങ്ങനെയുള്ളവനെ ഭീമന്റെ പുത്രനാണെങ്കിലും ഞാൻ വധിക്കുമായിരുന്നു. എനിക്ക് പകരം കർണനെ കൊണ്ട് ബോധപൂർവം ഞാനത് ചെയ്യിച്ചതാണ്. കരഞ്ഞൊട്ടിയിരുന്ന പാണ്ഡവന്മാരുടെ മുന്നിൽ ശ്രീകൃഷ്ണൻ മന്ദഹാസത്തോടെ പുഞ്ചിരിച്ചു പറഞ്ഞ വാക്കാണ് കാവി വസ്ത്രം. ഈ ഭാരതത്തിൻ്റെ മണ്ണിൻ്റെ മണമുള്ള നിറമുള്ള വസ്ത്രമാണ്. അതിനെ ആര് പരിഹസിച്ചാലും ശ്രീകൃഷ്ണനും ശ്രീരാമനും ഈ ഭൂമുഖത്ത് വച്ചിട്ടില്ല. ഇത് നമ്മുടെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യമുള്ള വ്യക്തിത്വം അതെല്ലാം കഴിഞ്ഞ് പ്രഭാസ തീർത്ഥത്തിൽ സ്വന്തം ജ്യേഷ്ഠനായ ബലരാമനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബലരാമൻ സമാധിസ്ഥനായപ്പോൾ അവിടെയുണ്ടായിരുന്ന ഒരു തറയിൽ നിവർന്ന് കിടന്നു. ഈ സമയത്താണ് ജര. ആ ജര എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ വേടനാകാം, അല്ലെങ്കിൽ ജരാനരയിൽ തൊലി ചുക്കിച്ചുളിഞ്ഞ് തൻ്റെ പ്രായമെല്ലാം കഴിഞ്ഞ് തൻ്റെ കർമ്മങ്ങളെല്ലാം അവസാനിച്ച ആ മഹായോഗീവര്യനായിട്ടുള്ള കൃഷ്ണം വന്ദേ ജഗദ്ഗുരും എന്ന് പറയുന്ന ആ ഗുരുശ്രേഷ്ഠൻ മലർന്നു കിടന്നപ്പോൾ ഒരു വേടൻ്റെ അസ്ത്രം കൊണ്ടപ്പോൾ കൃഷ്ണനെയാണ് ഞാൻ അസ്ത്രമെയ്തത് എന്ന് തോന്നിയ വേടൻ വല്ലാത്ത വിഷമത്തോടെ കൃഷ്ണനോട് കരഞ്ഞു പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഒന്നും കുഴപ്പമില്ല, നീ പൊക്കോളൂ. എന്നിട്ട് മലർന്ന് കിടന്ന് തൻ്റെ യോഗ സാധന കൊണ്ട് ശരീരത്തിലെ പ്രാണനെ സമാധിസ്ഥനാകുവാൻ എങ്ങനെയാണോ യോഗീവര്യന്മാർ ചെയ്യുന്ന യോഗമുറകൾ, ആ യോഗമുറകൾ ചെയ്ത് സ്വന്തം ശരീരത്തിൽ നിന്ന് പ്രാണനെ ഉപേക്ഷിച്ച മഹാനുഭാവൻ ഒരമ്പേറ്റു മരിച്ചു എന്ന് പറയാൻ നാണമില്ലേ നമുക്ക്? ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ ശരീരത്തിൽ ഏറ്റുവാങ്ങിയിട്ടുള്ള മഹാനുഭാവനാണ് ഒരസ്ത്രമേറ്റ് മരണപ്പെടുന്നത്. അല്ല, അത് സംഭവിച്ചു. ആ ജരയല്ല, ഈ ജര ശരീരത്തിനേറ്റ ജരകൾ കൊണ്ട് ശരീരത്തെ ത്യജിച്ച ആ മഹാനുഭാവൻ. ശ്രീരാമചന്ദ്രൻ സരയൂ നദിയിൽ മുങ്ങി മരിച്ചതല്ല. രാമൻ സമാധിസ്ഥനാകുകയാണ് സ്വന്തം ശരീരത്തെ. ചിരിച്ചുകൊണ്ടാണ് കൃഷ്ണൻ സമാധിസ്ഥനാകുന്നത്. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ 1 വയസ്സ് മുതൽ 100 വയസ്സ് വരെയുള്ള മഹത്തരമായ ജീവിതത്തെ കവിയുടെ വാക്കിൽ പറഞ്ഞാൽ കൽത്തുറുങ്കിലകത്തമ്മ കണി കണ്ട ദിനം മുതൽ കാട്ടാളനെയ്ത കണയാൽ കാൽത്താർ വിണ്ട ദിനം വരെ കണ്ണൻ കപടഗോപാലൻ കൈവല്യാംബുഖനാഗനൻ ചെയ്ത കാര്യങ്ങൾ സകലതും ജഗന്മോഹനമോഹനം. ആ മഹാനുഭാവൻ്റെ പ്രവർത്തികളെല്ലാം ജഗത്തിന് വലിയ മോഹനങ്ങളാണ്. ആ മോഹനങ്ങളാണ് പറയാൻ ഒരു പരിശ്രമം എന്ന രീതിയിൽ ഈ സനാതനധർമ്മത്തെ സംരക്ഷിക്കുവാൻ ശ്രീകൃഷ്ണൻ ചെയ്ത ബഹുമുഖങ്ങളായ കർമ്മങ്ങൾ, ഈ കർമ്മങ്ങളുടെ അന്തസത്ത, അതിൻ്റെ ലക്ഷ്യാർത്ഥമെന്തോ അത് മനസ്സിലാക്കി നമുക്ക് വൈയക്തികമായി കൗടുംബികമായി ഈ ധർമ്മത്തെ എങ്ങനെ സംരക്ഷിക്കാം, ഈ സാമാജികമായ നമ്മുടെ നിലനിൽപ്പിന് നമുക്കെങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താം, നമ്മളെ അന്ധത ബാധിക്കുന്ന രാഷ്ട്രീയവും ജാതിയും ഉപജാതിയും സമ്പ്രദായങ്ങളും മാറ്റിവെച്ച് ഈ സനാതനധർമ്മത്തിൻ്റെ സംരക്ഷണത്തിന് നമുക്കെങ്ങനെ നമ്മുടെ ജീവിതത്തെ മാറ്റം വരുത്താം എന്നത് മാത്രമാണ് പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിലുള്ളത്. അത് യാഥാർത്ഥ്യമാകണം എന്ന പ്രാർത്ഥനയോടുകൂടി ഈ വൈകിയ വേളയിൽ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.